സുന്ദര നന്ദ മുകുന്ദ ഹരിനാരായണ ഗോപാൽ. സുന്ദര നന്ദ മുകുന്ദ ഹരിനാരായണ ഗോപാൽ. ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഗോപാൽ. ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഗോപാൽ. സുന്ദര നന്ദ മുകുന്ദ ഹരിനാരായണ ഗോപാൽ. സുന്ദര നന്ദ മുകുന്ദ ഹരിനാരായണ ഗോപാൽ. വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി. വനമാലി മുരളീധാരി गोवर्धन गिरिवरधारी. नित 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 माखन चोरी गोपी मनहारी. नित 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 माखन चोरी गोपी मनहारी. आवो रे कान्हा रे गोकुल के प्यारे. गावो रे नाचो रे चाकुर जाओ रे. सुंदर अति अति सुंदर नंद मुकुंद हरिनारायण गोपाल. सुंदर नंद मुकुंद हरिनारायण गोपाल. हरि केशव हरि गोविंद हरिनारायण गोपाल. हरि केशव हरि गोविंद हरिनारायण गोपाल. सुंदर अति सुंदर नंद मुकुंद हरिनारायण गोपाल. वनमाली मुरलीधारी गोवर्धन गिरिवरधारी. वनमाली मुरलीधारी गोवर्धन गिरिवरधारी. नित 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 माखन चोरी गोपी मनहारी. नित 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 माखन चोरी गोपी मनहारी. आवो रे कान्हा रे गोकुल के प्यारे. गावो रे नाचो रे चाकुर जाओ रे. अति अति सुंदर अति सुंदर नंद मुकुंद नारायण गोपाल. अति सुंदर नंद मुकुंद हरिनारायण गोपाल. हरिनारायण गोपाल. हरिनारायण गोपाल. सर्वत्र गोविंद नाम संकीर्तनम. गोविंद गोविंद. ഇന്നത്തെ മധ്യാഹ്ന പ്രഭാഷണം എല്ലാവരും കാത്തിരിക്കുന്ന പ്രഭാഷണം അല്ലെ. ജീവിതത്തിൽ ആരായിട്ട് മാറണം എന്ന് ചോദിച്ചാൽ ഭക്തന്മാരിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു രത്നമാണ് സുദാമ. ആ സുദാമാവിൻ്റെ ചരിത്രം നമുക്ക് സുദാമാവിനെ പോലെ തന്നെ നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ഒരിക്കൽ ഒരു പുണ്യദിനത്തിൽ വന്നു ചേർന്നതായിട്ടുള്ള ഹരിയേട്ടൻ. എപ്പോൾ ചോദിച്ചാലും എപ്പോൾ പറഞ്ഞാലും നാമത്തിന്റെ മഹാത്മ്യം അല്ലാതെ വേറൊന്നും നമ്മളോട് പറയാനില്ല. ജീവിതത്തിലെ സുഖവും ആനന്ദവും ഒക്കെ അനുഭവിച്ച് ജീവിതത്തിലെ പല ഘട്ടങ്ങളും അങ്ങേ അറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോകുന്നതാ. അപ്പം അനുഭവത്തിലൂടെ ഇത് പറയാൻ സാധിക്കുകയുള്ളൂ. അതാണല്ലോ അത്രയും മാധുര്യം. പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് തറച്ചു കയറുന്നത് അതുകൊണ്ടാണ്. ജീവിതത്തിൽ നിന്ന് ഒന്ന് ഗുരുവായൂരപ്പൻ കൊണ്ടുപോകാൻ ശ്രമിച്ചതാ. വേഗം പോരാ, കുറച്ചു കാലം കൂടെ അല്ലെ, ഉദ്ധവനെ ബദരിയിൽ ഏൽപ്പിച്ചതുപോലെ കുറച്ച് ആൾക്കാർക്ക് കൂടെ നീ പറഞ്ഞു കൊടുക്കൂ നാമത്തിന്റെ മഹാത്മ്യം എന്നുള്ള രീതിയിൽ ഗുരുവായൂരപ്പൻ ചേർത്ത് പിടിച്ചതായിട്ടുള്ള നമ്മളുടെ എല്ലാവരുടെയും ഒരു ഗുരുനാഥൻ എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും വിവിധ തരത്തിലുള്ള ഉപദേശങ്ങൾ നമുക്ക് ഈ കുടുംബത്തിന് എന്നും ഒരു വിളക്കായിക്കൊണ്ട് നിൽക്കുന്ന
ഹരിയേട്ടനാണ് ഇന്ന് നമുക്ക് ആ സുധാമാവിന്റെ ചരിത്രം പറഞ്ഞു തരുന്നത്. എല്ലാവിധ ആചാര മര്യാദകളോടും കൂടി ആ പാദങ്ങളിൽ ഭാഗവത കുടുംബം മുഴുവൻ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സവിനയം ആദരിച്ച് ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പ സന്തോഷിക്കണേ, ഗുരുവായൂരപ്പ സന്തോഷിക്കണേ. ഭാഗവത സത്സംഗം കുടുംബത്തിന്റെ ആചാര്യൻ ശ്രീ മനുജി തന്ന ഊർജാണ് ഇന്നിപ്പോ ഈ 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കിയത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് തൊണ്ടയ്ക്കും പനിയും ഒക്കെ ആയിട്ട് വളരെ പ്രശ്നമായിട്ട് ഇരിക്കുകയായിരുന്നു. ഗുരുനാഥൻ പറഞ്ഞു, ഇന്ന് സാറില്ല ഹരിയേട്ടാ, ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഗുരുനാഥന്റെ പാദത്തെങ്കിൽ, ഗുരുവായൂരപ്പന്റെ പാദത്തെങ്കിൽ നമസ്കരിക്കുന്ന മാതിരി തന്നെ സഷ്ടാംഗം നമസ്കരിച്ചു കൊള്ളുന്നു. ഈ കുടുംബത്തിലെ ഓരോ അംഗത്തിനെയും ഗുരുവായൂരപ്പനായി കണ്ടുകൊണ്ട് എല്ലാവരുടെ പാദത്തിലും സഷ്ടംഗം നമസ്കരിക്കുന്നു. മറ്റൊരു വിശേഷവും എനിക്കില്ല. ഹരിദാസനാണ്, ദാസാനുദാസനാണ്. ആ ഹരിയുടെ ദാസാനുദാസനായിട്ട് തന്നെ ഈ ജീവിതം കഴിച്ചു കൂട്ടാൻ മാത്രമേ എനിക്ക് മോഹമുള്ളൂ. അതുകൊണ്ട് അതിനുള്ള അനുഗ്രഹം ഇതിലത്തെ ഓരോ അംഗങ്ങളും എപ്പോഴും നൽകണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഗുരുവായൂരപ്പ അങ്ങേക്ക് സന്തോഷാവണേ. നമ്മുടെ ഓരോ കർമ്മങ്ങളും അങ്ങനെയാണ്. എന്തിനാ ചെയ്യണത്? ആ നാമിയായിട്ടുള്ള ആ നാമസ്വരൂപനെ സന്തോഷാവണം. വേറെ ഒന്നും നമുക്ക് വേണ്ട. അദ്ദേഹത്തിന് സന്തോഷാവുമ്പോ ആ സച്ചിദാനന്ദമൂർത്തിയായിട്ടുള്ള ഗുരുവായൂരപ്പന് സന്തോഷമായ പിന്നെ ഈ ലോകം മുഴുവൻ സന്തോഷമായി. വേറൊന്നും വിചാരിക്കാനില്ല. അതുകൊണ്ട് ആ പാദത്തിങ്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. നോക്കൂ, നമുക്ക് ജനിച്ച അന്ന് മുതല് എത്ര സുഖങ്ങളാ അദ്ദേഹം തന്നിരിക്കുന്നത്. ഇതിനൊക്കെ എത്ര ജന്മം ജനിച്ചാലാണ് നമുക്ക് അദ്ദേഹത്തിന് ഒരു കടം വീട്ടാൻ കഴിയുക? ഒന്നും കഴിയില്ല. അതുകൊണ്ട് ആ പാദത്തിങ്കൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പ ശരണം. ദശമസ്കന്ധത്തിലെ 80ഉം 81 അധ്യായത്തില് പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഇന്നിവിടെ എനിക്ക് അനുസ്മരിക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് അനുസ്മരിക്കാനുള്ളത്. ദശമസ്കന്ധത്തിന്റെ ലക്ഷണം തന്നെ നിരോധം എന്നാണ്. എന്താ നിരോധം? ഈ മനസ്സ് മറ്റ് വിഷയങ്ങളിലേക്ക് പോകുന്നതിനെ തടഞ്ഞ് അത് ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് കൊണ്ടുവന്ന് നിർത്താനുള്ള ആ ഒരു കാര്യമാണ് നിരോധത്തിന്റെ ഏറ്റവും ചുരുക്കിയ വാക്കുകളിലുള്ള ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറയുമ്പോൾ. എന്നാ ഈ മനസ്സ് എങ്ങനെയുള്ളതാ? മനസ്സ് നമ്മൾ വിചാരിക്കണ മാതിരിയല്ല. പിടിച്ചു കെട്ടാൻ വളരെ പ്രയാസമുള്ളൊരു സാധനമാണ്. കുരങ്ങനെ മാതിരിയെന്നാ പറയാ. ചപലത അത്ര ഉണ്ട്. ആ കുരങ്ങെ കുറച്ച് മദ്യം കൂടി കഴിച്ചാലോ എന്തായി? മദ്യം കഴിച്ചു മാത്രമല്ല 4 തേളും കുത്തി. എന്തായി സംഭവം? പിന്നെ ആ കുരങ്ങനെ പോലും നിയന്ത്രിക്കാൻ കഴിഞ്ഞാലും ഈ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള മനസ്സിനെ ഭക്തിയുടെ കയർ കൊണ്ട് തൻ്റെ ഹൃദയത്തിലേക്ക് കെട്ടിയിട്ട ഒരു ഭക്തന്റെ കഥയാണ് നമുക്കിന്ന് അനുസ്മരിക്കേണ്ടത്. സുദാമ, ദാമം കയറ്. ഇതിനു മുമ്പ് യശോദാമ്മ ദാമം കൊണ്ട് കെട്ടി ദാമോദരനാക്കിയ ഗുരുവായൂരപ്പൻ. അവിടെ സുദാമല്ല, ഇവിടെയാണ് സുദാമെന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാ? അതാ ഭക്തന്റെ കുറച്ചും കൂടി ഗ്രേഡ് എപ്പോഴും ഭഗവാൻ കൊടുത്തിട്ടേ ഉള്ളൂ. ഭഗവാന് ഭക്തനല്ലാതെ മറ്റൊന്നില്ല. ഭക്തന്റെ മുമ്പിൽ അല്ലാതെ ഭഗവാൻ പരാജയപ്പെട്ടിട്ടുമില്ല. ആ പരാജയം പോലും അദ്ദേഹത്തിന് ആനന്ദമാണ്. എന്തായാലും ആ സുദാമം, ഭക്തിയാകുന്ന കയറുകൊണ്ട് തൻ്റെ ഹൃദയത്തിൽ കെട്ടിയിട്ട ഒരു ബ്രാഹ്മണന്റെ കഥയാണ് നമുക്കിന്ന് അനുസ്മരിക്കാനുള്ളത്. പിന്നെ
ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ ഇപ്പൊ നവമസ്കന്ധം വരെയുള്ള എല്ലാ കാര്യങ്ങളും പരീക്ഷിത് രാജാവിന് ഉപദേശം കൊടുത്തു. പക്ഷെ അത്രയൊക്കെ അത്രയൊക്കെ കേട്ടിട്ടും ആ മനസ്സിനെ പിടിച്ചു കെട്ടൽ എളുപ്പമല്ലാന്ന് തോന്നി. മനസ്സിനെ എവിടേക്കെങ്കിലും പോവല്ലേ വേണ്ടു, എന്നാ അത് പൊക്കോട്ടെ എന്ന് പറയുകയാണ്. എങ്ങോട്ട്? ഒന്നുകിൽ അമ്പാടിയിലേക്ക് പൊക്കോട്ടെ, അല്ലെങ്കിൽ വൃന്ദാവനത്തിലേക്ക് പൊക്കോട്ടെ, അതല്ലെങ്കിൽ മധുരയിലേക്ക് പൊക്കോട്ടെ, അതല്ലെങ്കിൽ ദ്വാരകയിലേക്ക് പൊക്കോട്ടെ. ഭഗവാന്റെ 4 പ്രധാനപ്പെട്ട ലീലകളാണ് ദശമസ്കന്ധത്തില്. ആ മനസ്സ് അങ്ങനെ ഒരു തവണ നമ്മൾ പോയാൽ ഒരു കാരണവശാലും തിരിച്ചു വരില്ല. നമ്മളൊക്കെ ഈ ഐഹികമായ ലൗകിക സുഖത്തിൽ കിടന്ന് ഇങ്ങനെ വട്ടം തിരിയണ എന്തുകൊണ്ടാസുണ്ടോ? അതിന്റെ അങ്ങേപ്പുറത്തൊരു സുഖമുണ്ട് എന്നും ആ സുഖം എന്താണെന്നും മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും കഴിയണില്ല. നമ്മളാകെ ഭ്രമിച്ചിരിക്കുകയാണ് ഈ മായയുടെ ഊക്കില്. നമുക്ക് അതിന്റെ അങ്ങേപ്പുറത്തൊരു സുഖം ഉണ്ടെന്നുള്ളത് മനസ്സിലായാലല്ലേ ആവുള്ളൂ. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം. അതിനൊറ്റ കാര്യമുള്ളൂ, ശുദ്ധമായ മനസ്സുണ്ടാവണം. ആ ശുദ്ധമായ മനസ്സുണ്ടാവണമെങ്കിൽ നല്ല ഉപാസന വേണം, നല്ലൊരു ഗുരുനാഥൻ വേണം. ഈശ്വരാധീനം കൊണ്ട് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഈ മനോജ്യമായുള്ള ഒരാൾ സത്സംഗം നടത്തുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ പ്രഭാഷണത്തിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ അങ്ങോട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ പോകും. അതൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അടുത്ത കാലത്ത് ഒരു സർവേ നടത്തി ലോകത്തിലുള്ള ഇതില്. അതില് 80 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ അനവധി വർഷങ്ങൾ സർവേ ചെയ്തപ്പോ എന്താണ് ഹാപ്പിനെസ്സിന് കാരണം എന്ന് ചോദിച്ചപ്പോ നല്ല ബന്ധങ്ങൾ, ഗുഡ് റിലേഷൻസ്. നമ്മൾ ആധ്യാത്മിക അതിന് കഷ്ടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് സത്സംഗം എന്നാ പറയുകയാണ്. സത്സംഗം അല്ലാണ്ട് മറ്റൊരു മാർഗമേ ഇല്ല. ആ സത്സംഗം നമുക്ക് ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മനോജരാജസ്ഥാനത്തില്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യം നമുക്ക് എന്നും ഉണ്ടാവട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 4 മനസ്സങ്ങനെ പൂവച്ചാ പൊക്കോട്ടെ. ഈ 4 സ്ഥലത്തേക്ക് വിടാവൂ. അതിനെ അങ്ങനെ വിട്ടാൽ, ഒരു തവണ വിട്ടാൽ പിന്നെ അത് എങ്ങോട്ടും പുറത്തേക്ക് പോവില്ല. അത് ആ ഭഗവാൻ എപ്പോഴും ഉള്ളിലുണ്ടാവും എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ കഥകളൊക്കെ കേട്ടു, ദശമസ്കന്ധത്തിലത്തെ കഥകളും കേട്ടു. എന്താ നമ്മള് ഈ നവമസ്കന്ധം വരെ പറഞ്ഞു എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു. എങ്കിലും നമുക്കത് വെറുതെ ഒന്ന് റീവൈൻഡ് ചെയ്യാം. നമ്മുടെ ഉള്ളിലൊക്കെ ആ ചിന്ത ഒന്ന് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം തന്നെ കേട്ടു, ആരാണ് ശരിക്കുള്ള ശ്രോതാവേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ശ്രവണം കീർത്തനം, ആദ്യത്തെ പടിയാണ് ശ്രവണം. സത്യത്തിൽ ആ ശ്രവണം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ബാക്കി പടികളൊക്കെ ആ കാരുണ്യവാരിതയായിട്ടുള്ള ഭഗവാൻ പിടിച്ച് അങ്ങ് ഉയർത്തും. ശ്രവണം നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അത് ആരാവണം എന്ന് നമ്മൾ ആദ്യം തന്നെ ഉദ്ബോധിച്ചു. ആരാവണം ഒരു ശ്രോതാവ്, ആരാണ് വക്താവ് എന്ന് ആദ്യം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് സൃഷ്ടിയുടെ നൈപുണ്യവും അതിന്റെ വൈവിധ്യവും കാലഗണനും നമ്മളൊക്കെ എത്ര നിസ്സാരന്മാരാണെന്ന് നമ്മളെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴോ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാക്കി തന്നു. ഭൂഗോള വിവരണം തന്നു, അവിടെ ജീവന്റെ ഗതി തന്നു. ആ ഭൂഗോള വിവരണം ഇപ്പൊ അടുത്ത ദിവസം നമ്മൾ കേട്ടതാണ്. നമ്മളൊക്കെ നെഗ്ലിജിബിൾ പാർട്ട് ഓഫ് ദി വേൾഡ് ആണ്. ഒരു നിസ്സാരനാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ അഹങ്കരിക്കുകയാണ്, അതൊന്നും അരുത് എന്ന് പറയുകയാണ്. പിന്നീട് നമ്മൾ പല നാമമഹിമ അജാമിളാപേഖ്യാനം കേട്ടു, പ്രഹ്ലാദ ചരിതം കേട്ടു, അനവധി രാജാക്കന്മാരുടെ കഥ കേട്ടു. പിന്നെ ഭഗവാന്റെ ഭക്തി, ആ അംബരീഷന്റെ കഥ കേട്ടു നമ്മള്. അഹം ഭക്തപരാധീന. അങ്ങനെ കേട്ട് നമ്മൾ വന്നു. എന്നിട്ട് എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോ? ശരിക്കും നമ്മള് ഇന്നത്തെ ഈ ഇതില് വായന എത്ര ആയിട്ട് ചോദിച്ചാലും ഈ 79ഉം 80ഉം അധ്യായത്തിന്റെ പറയുന്ന ഈ സുദാമ ചരിതത്തിന് മുൻപ് നമ്മൾ കേൾക്കുന്ന കഥ ബലരാമസ്വാമിയുടെയാണ്. ആ ബലരാമസ്വാമിയുടെ കഥ കേട്ടാൽ ഉണ്ടാകുന്ന വിഷയം 79ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണമാമ അല്ല, ക്ഷമിക്കണം, ബലരാമസ്വാമിയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ മനസ്സ് വളരെ പൂർണ്ണമായിട്ടും ശുദ്ധമാവുന്ന കൃത്യമായിട്ട് അവസാനം പറയുന്നുണ്ട്. ഈ ബലരാമസ്വാമിയുടെ കഥയും കൂടി നമുക്കൊന്ന് അനുസ്മരിച്ച് ഇതിലേക്ക് വരാം. രാജസൂയ യാഗം ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂട്ട് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അവിടെ അഗ്രാസന പൂജ ചെയ്യാൻ ആരാണ് വേണ്ടത് ചോദിച്ചപ്പോൾ ആർക്കും സംശയം ഉണ്ടായില്ല.
സഹദേവൻ അത് കൃത്യമായിട്ട് പറഞ്ഞു. എല്ലാവരും അത് അംഗീകരിച്ചു. അങ്ങനെ അഗ്രാസന പൂജ ചെയ്യാൻ ഭഗവാനെ എത്തി. യുധിഷ്ഠിര മഹാരാജാവിന് സന്തോഷം കൊണ്ട് ഇതുവരെ എനിക്ക് ഞങ്ങൾക്കൊന്നും അങ്ങേ ഭഗവാനായിട്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ, ഈശ്വരനായിട്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ, ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ മനസ്സിൽ കണ്ടുകൊണ്ട് കണ്ണീരിങ്ങനെ വാർന്നു. അദ്ദേഹത്തിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ആ അഗ്രാസന പൂജ വളരെ ഭക്തിയോടുകൂടി ചെയ്തു. ആ സമയത്ത് ശിശുപാലന്റെ ഒരു അപസ്വരം അവിടെ ഉണ്ടായി. ആ ശിശുപാലന് മോക്ഷം കൊടുത്തു. അത് കണ്ടപ്പോ യുധിഷ്ഠിര മഹാരാജാവിന് ഒരു സംശയം. നാരദ മഹർഷിയോട് ചോദിച്ചു, അല്ല മഹർഷേ, ഈ ഭഗവാനെ ഇത്രയും നിന്ദിച്ച ഒരാൾക്ക് ഇത്ര മോക്ഷം കൊടുത്തുല്ലോ, എന്താ ഭഗവാന് വല്ല പക്ഷഭേദം ഉണ്ടോ? ഭഗവാൻ എന്താ ദേവന്മാരോടും അസുരന്മാരോടും ഒക്കെ എന്താ ഇങ്ങനെ ഒരു 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 ഉണ്ടോ ചോദിച്ചപ്പോ അവിടെ വെച്ച് നാരദരുടെ ഒരു ഭാഗവത പാരായണം ഉണ്ടായി. അതിൽ സപ്തമസ്കന്ധത്തിൽ നമ്മൾ കേട്ട കഥകളാണ്. പ്രഹ്ലാദ ചരിതവും ആ ഭക്തന്റെ കഥ കേട്ടു, അവിടെ നരസിംഹ അവതാരം കേട്ടു, വർണ്ണ ആശ്രമ ധർമ്മങ്ങൾ കേട്ടു. ആ യുധിഷ്ഠിരന്റെ രാജസൂയ സമയത്തുണ്ടായിട്ടുള്ള ദുര്യോധനന് വന്നിട്ടുള്ള ഒരു അപമാനം, ആ സമയത്ത് ഭീമനും പാഞ്ചാലിയും ചിരിച്ചൊരു ചിരി, അത് ദുര്യോധന്റെ വല്ലാതെ മനസ്സ് കൊണ്ടു. അപ്പോ ശകുനി സമാധാനിപ്പിച്ചു. ഇതാണ് നമ്മൾ ധരിക്കേണ്ടത്. ചീത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ദുസ്സംഗം ഉണ്ടാവുമ്പോ ഉണ്ടാവണ അബദ്ധം ദുര്യോധന് പറഞ്ഞു കൊടുത്ത് ശകുനിയാണ്, സാരില്ല, നമുക്ക് യുദ്ധത്തിന് ഒരുങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ അനിവാര്യമായിട്ടുള്ള യുദ്ധം വന്നു. യുദ്ധം തീരുമാനമാവണതിന് മുമ്പേ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ നേരിട്ട് അവിടെ സഭയിൽ പോയി ദുര്യോധന്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കി. ഒന്നും നടന്നില്ല. യുദ്ധം തീരുമാനമായി. എന്തായാലും ഭക്തരായിട്ടുള്ള പാണ്ഡവരുടെ കൂടെയാണ് കൃഷ്ണൻ. അവിടെയാണ് ബലറാം സ്വാമിക്ക് ഒരു സംശയം വന്നത്. തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിട്ടുള്ള ദുര്യോധന്റെ ഒരു ഭാഗത്ത് താൻ എവിടെയാ ചേരുക? വളരെ സംശയം. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് സംശയം. ഭഗവാൻ കൃഷ്ണൻ എന്തായാലും ഭക്തരുടെ കൂടെ ഉണ്ടാവുള്ളൂ. താൻ ശരിക്കും അവിടെയല്ലേ നിൽക്കേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ ദുര്യോധനന്റെ പരാജയം കാണാൻ തനിക്കാവില്ല. അപ്പൊ എന്തുണ്ടായത്? തീർത്ഥാഭിഷേക വ്യാജേന. തീർത്ഥാഭിഷേകം എന്തിനാ വ്യാജാക്കണത്? നമ്മൾ എന്തിനാ അമ്പലത്തിൽ പോണ? അവിടെ വെറുതെ ഞാൻ പോയി, അത് തൊഴാനാന്നവർ പറഞ്ഞൂടെ? പക്ഷേ ഭഗവാൻ ഇവിടെ തീർത്ഥാഭിഷേകം വ്യാജേനാന്ന് പറഞ്ഞതുകൊണ്ട് ഭഗവാന് ശരിക്കും ഒരു തീർത്ഥയാത്ര വേണ്ടി വന്നു. എന്താ കാരണം? അവർ ഒരു സത്സംഗ ഒരു 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 നല്ല അല്ലെങ്കിൽ ഒരു സജ്ജനത്തിന്റെ വധം വേണ്ടി വന്നു. അവിടെ ശൗനകാദി മഹർഷിമാർക്ക് സൂതൻ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന അവിടേക്കാണ് ഭഗവാൻ പോയത്. ഒരു പ്രത്യേക സമയത്ത് ഭഗവാന് ആ സൂത പൗരാണികനെ വധിക്കേണ്ടി വന്നു. ആ വധിച്ചപ്പോ ഋഷീശ്വരന്മാര് പറഞ്ഞു, പ്രഭോ, എത്ര വലിയവനാണെങ്കിലും സജ്ജനങ്ങളെ വധിക്കുന്നത് വളരെ കഷ്ടമാണ്, അതുകൊണ്ട് തീർത്ഥയാത്ര ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ തീർത്ഥയാത്ര അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടു. വടക്ക് നിന്ന് തെക്കോട്ട് ഇങ്ങനെ പോന്നു. തീർത്ഥങ്ങൾ മുഴുവൻ സ്നാനം ചെയ്യുക, സജ്ജനങ്ങളെ വന്ദിക്കുക, ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ദർശനം നടത്തുക. അങ്ങനെ അദ്ദേഹം വടക്ക് നിന്ന് തെക്കോട്ട് വന്ന് കന്യാകുമാരി മുതൽ ഗോകർണം വരെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കേരളത്തിൽ വന്ന് ഈ കേരള ഭൂമിയെ പോലും ധന്യമാക്കി ആ ബലരാമസ്വാമി ഇവിടുന്ന് അണത്ര അദ്ദേഹം കേട്ടു ഭാരത യുദ്ധം ഏകദേശം അവസാനിച്ചിരിക്കണമെന്ന്. ഉടനെ അദ്ദേഹം ഇവിടുന്ന് നേരെ പോവുകയാണ് ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക്. എത്തിയപ്പോ അവിടെ കാണുന്നത് അവസാനമായിട്ടുള്ള ആ ഭീമസേനനും ബലവാനായിട്ടുള്ള ഭീമസേനനും തന്റെ ശിഷ്യനായിട്ടുള്ള ദുര്യോധനും തമ്മിലുള്ള ആ യുദ്ധം നടക്കുന്നു. അവര് പിടിച്ചു മാറ്റാൻ നോക്കി. എവിടുന്നാ മാറണേ? അത് മാറില്ല. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖത്തേക്ക് ഒന്നെ നോക്കി, എന്താണ് ഭഗവാന്റെ ഇംഗിതം? ഭഗവാൻ അപ്പോ, എന്തിനാ ഏട്ടാ അങ്ങോട്ട് വന്നത്? അവരുടെ കർമ്മം അവരനുഭവിക്കട്ടെ, അല്ലാണ്ട് എന്താ ചെയ്യാ, മറ്റു മാർഗമില്ല എന്ന് പറഞ്ഞു. ഉടനെ ഭഗവാൻ ദ്വാരകയിൽ വന്ന് തന്റെ പത്നിയായിട്ടുള്ള രേവതിയും കൂട്ടിയിട്ട് വീണ്ടും ഈ പറഞ്ഞ ശൗനകാദികൾ സത്രത്തിലേക്ക് ചെന്നു. അവിടെ അന്ന് പോരുമ്പോ തന്നെ മകനായിട്ടുള്ള ആ സൂതനെ, ഉഗ്രശ്രവസ്തിനെ അവിടെ സൂതനായിട്ട് അവരോധിച്ചിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയോട് കൂടിയിട്ട് ആദ്യത്തെ സൂത പൗരാണികന് പറയുന്നതിനേക്കാളും കൃത്യമായിട്ടുള്ള കഥകൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണു. ഭഗവാൻ അവിടെ ഇരിക്കുന്നു, ഭഗവാന്റെ പത്നി അവിടെ ഇരിക്കുന്നു, ഭാഗവതം കേൾക്കുന്നു, ഭഗവത് കഥകൾ കേൾക്കുന്നു. ഇടയ്ക്കൊക്കെ ഭഗവാൻ തന്നെ സ്വയം വായിക്കണു, ഭഗവാൻ തന്നെ സ്വയം കഥ പറയണു. അങ്ങനെ ആനന്ദം, ഋഷിമാർക്കൊക്കെ ആനന്ദം, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ആനന്ദ നിമഗ്നനായി. മാത്രമല്ല ഭഗവാൻ അവർക്കൊക്കെ ജ്ഞാനോപദേശം കൊടുത്ത് മടങ്ങുകയാണ്. അങ്ങനെയുള്ള ആ കഥകൾ കേട്ടപ്പോഴാണ്
ആ പരിശുദ്ധി വന്നു. ആർക്ക്? പരീക്ഷത്തിന് മനസ്സ് പരിശുദ്ധായി. ആ പരിശുദ്ധി വന്നപ്പോ പിന്നെ ഭഗവാൻ ആ സമയത്താണ് ചോദിക്കുന്നത് പരീക്ഷിത്ത് രാജാവിനോട്, അല്ല ഗുരു, ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച് അത് ഭഗവാനിലേക്കാക്കിയ ഏതെങ്കിലും ഭക്തന്റെ കഥ, എനിക്ക് ഭക്തന്റെ കഥ കേട്ട് മതിയാവുന്നില്ല പ്രഭോ. എനിക്കിപ്പോ മരണത്തിനെ പറ്റി ഭയമില്ല, ഞാൻ എന്റെ ശരീരത്തിനെ പറ്റി വിചാരിക്കുന്നില്ല, എനിക്ക് ഭക്തിയുള്ള കഥകൾ കേൾക്കണം, അതൊന്നും കൂടി പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോ സന്തോഷവാനായിട്ടുള്ള സുഖബ്രഹ്മർഷി ആ ഭാഗവത സരസിൽ മുങ്ങിത്തപ്പി എടുത്തു കൊണ്ടുവന്ന ഒരു രത്നമാണ് ഈ സുധാമ ചരിതം എന്ന് ആചാര്യന്മാര് പറയാറുണ്ട്. ഈ അങ്ങനെ സുധാമ ചരിതത്തിലേക്ക് നമുക്ക് കടക്കാം. ക്ഷമിക്കണം ഗുരുവായൂരപ്പ. ഭഗവൻ ജാനി മുകുന്ദസ്യ മഹാത്മന ശ്രോതുമിച്ഛാമഹേ പ്രഭോ. കോനു ശ്രുത്വാ സകൃബ്രഹ്മന്നോത്തമശ്ലോക സത്കഥ വിരമേത വിശേഷജ്ഞോ വിതന്ന കാമവർഗണൈ. ഭഗവാനോട് ചോദിച്ച് അങ്ങനെ അദ്ദേഹം സുഖബ്രഹ്മർഷി കഥ പറയാൻ തുടങ്ങുകയാണ്. എന്താ പറഞ്ഞത്? ആദ്യം തന്നെ എന്താ പറഞ്ഞത്? കൃഷ്ണസ്യാസി സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ. അദ്ദേഹം കൃഷ്ണന്റെ ഒരു സഖാവ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കണേ, സുദാമാവിന്റെ സഖാവ് ശ്രീകൃഷ്ണൻ എന്നല്ല പറഞ്ഞത്. ശ്രീകൃഷ്ണ ഭഗവാൻ അംഗീകരിച്ച തന്റെ ഭക്തനായിട്ടുള്ള സുദാമാവ്, തന്റെ സഖാവ്, ശ്രീകൃഷ്ണന്റെ സഖാവ്, അത് അദ്ദേഹം പലപ്പോഴും അംഗീകരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ആരാണ്? ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ. ബ്രാഹ്മണനാണ്, ബ്രഹ്മവിത്തമനുമാണ്. ഈ ശ്രീഹരിയെ, സാക്ഷാൽ ശ്രീഹരിയെ പൂർണ്ണമായി അറിഞ്ഞ ആളാണ്. ആര്? ഈ സുദാമാവ്. കുചേലന് ഭാഗവത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ അദ്ദേഹം കുബേരനാണ്. ഭക്തിയുടെ കാര്യത്തിൽ അദ്ദേഹം കുബേരനാണ്. അതിലധികം ഒരു ഭക്തിയുള്ള ആൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വിഷമാണ്. ആ കുചേലൻ എന്നുള്ള പദം ഭാഗവത്തിൽ പറയുന്നില്ല. എന്തായാലും ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ. എന്തായാലും അത്ഭുതപ്പെടാനുള്ളത്, ഇദ്ദേഹം ഈ ബ്രാഹ്മണൻ മഹർഷിയുടെ, സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തില് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെന്നു. ആ സമയത്താണ് കംസവധമൊക്കെ കഴിഞ്ഞ് കൃഷ്ണനിന്റെ ആമനിയും വനയനം ചെയ്ത് വസുദേവര് ലോകഹിതത്തിന് വേണ്ടിയിട്ട് ഈ വേദത്തിന്റെയും അറിവിന്റെയും എല്ലാം സ്രോതസ്സായിട്ടുള്ള ആ ആനന്ദരൂപനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന് പിന്നൊരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ആ ലോകഹിതത്തിന് മനുഷ്യനായി ജനിച്ചു എന്നുള്ളതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ആശ്രമത്തിൽ കൊണ്ടുവന്നു. അവരെ വേണ്ട മാതിരി അവർ നമസ്കരിച്ച്, ഗുരുവിനെയൊക്കെ നമസ്കരിച്ച സമയത്ത് ഈ ബ്രാഹ്മണൻ കുറച്ച് പിന്നിൽ നിൽക്കുകയായിരുന്നു. അവരൊക്കെ വലിയ ആൾക്കാര്, തനിക്ക് എന്താണ് അവിടെ കാര്യം? ഉടനെ ഗുരുനാഥൻ വിളിക്കുകയാണ്, ഉണ്ണി വരൂ ഇവിടെ. വിളിച്ചു കാണിച്ചു കൊടുത്തു ഈ കുട്ടികളെ. ഈ രാമനും കൃഷ്ണനുമാണ്, ഇവർ ഈശ്വരന്മാരാണ്. അതാണ് ഒരു ഗുരുനാഥൻ ചെയ്യാണ്. എന്താ ഗുരുനാഥൻ ചെയ്യണത്? നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ആളാണ് ഗുരുനാഥൻ. എന്താ ലക്ഷ്യം? കാറും വീടും അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗങ്ങളും രാജ്യങ്ങളും അതൊന്നുമല്ല. മനുഷ്യ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ എത്തേണ്ടത് ഭഗവാനിലേക്കാണ്, മറ്റെവിടേക്കുമല്ല. ആ ഗുരുനാഥനാണ് ഈ ബ്രാഹ്മണനെ വിളിച്ച് ആ ആനന്ദമൂർത്തിയും അനന്തമൂർത്തിയുമായിട്ടുള്ള രാമകൃഷ്ണന്മാരുടെ അടുത്തേക്ക് ഇവർ ഈ കുട്ടികളെ അനുസരിച്ചോളൂ, ഈ കുട്ടികളെ സ്നേഹിച്ചോളൂ, ഈ കുട്ടികളെ ഭജിച്ചോളൂ എന്ന് ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഒരു ഗുരുനാഥന്റെ ഗുരോരനുഗ്രഹേണ ഇവ. ഗുരുവിന്റെ അനുഗ്രഹം മാത്രമാണ് ആ ബ്രാഹ്മണന് കിട്ടിയത്. അങ്ങനെ 64 ദിവസം കൊണ്ട് 64 കലകളും പഠിച്ച് ആ കാലത്തൊക്കെ ഈ ഊണ് കഴിക്കുമ്പോഴും എല്ലാ സമയത്തും ഈ രാമകൃഷ്ണന്മാരുടെ കൂടെയാണ് ഈ ബ്രാഹ്മണൻ. മാത്രമല്ല അനന്തപത്മനാഭൻ എന്ന് പറയും നമ്മൾ. ഈ അനന്തപത്മനാഭന്റെ ഇടയിൽ സ്പേസ് ഒന്നുമില്ല. എന്നാ സ്പേസ് ഇല്ലേ? ഭക്തന് സ്പേസ് ഉണ്ട്. കാരണം ഈ ബലരാമസ്വാമിയുടെ അനന്തമൂർത്തിയായിട്ടുള്ള ബലരാമസ്വാമിയുടെയും അനന്തമൂർത്തിയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ നടുക്കാണ് കിടന്നിരുന്നത്. അങ്ങനെ ആ അനന്തപത്മനാഭനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ ബ്രാഹ്മണൻ, അതാണ് ബ്രഹ്മവിത്തമൻ. അപ്പൊ ബ്രഹ്മവിത്തമൻ ആയിട്ടില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. യോഗീശ്വരന്മാര്
അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ രാജധാനി പോകുമ്പോ പറയാറുണ്ട് സജ്ജനങ്ങള്, അദ്ദേഹത്തിന്റെ പാദം വയ്ക്കുന്ന പീഠം ഈ കിരീടങ്ങൾ കൊണ്ടുകൊണ്ട് തേഞ്ഞുന്നല്ലാതെ അദ്ദേഹത്തിന്റെ സ്പർശിക്കാൻ പോലും കഴിയാത്ത സമയത്താണ് ഈ ഭക്തനായിട്ടുള്ള ബ്രാഹ്മണന് അവിടെ അവരുടെ രണ്ടുപേരുടെയും നടുക്ക് ആനന്ദന്റെയും നടുക്ക് കിടക്കുന്നത്. അങ്ങനെ ആ ബ്രഹ്മസ്വരൂപനാണ്. എന്നാ അത് മാത്രമാണോ? വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാതിരേന്ദ്രിയ. ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവാനിലേക്കാണ്, മറ്റൊരു കാമനകളും ഇല്ല. ഈ കാമനകൾ വരുമ്പോഴാണ്, ഈ കാമം വരുമ്പോഴാണ് വേറെ പലതും നമ്മുടെ പിന്നാലെ വരും. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അതാണ്. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. എന്നാലോ പ്രശാന്താത്മാ, വളരെ ശാന്തനാണ് അദ്ദേഹം. മറ്റൊരു വിഷയങ്ങളുമില്ല. ഉള്ളു നിറച്ച് ശ്രീകൃഷ്ണഭാവം മാത്രം, മറ്റൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു പത്നിയുണ്ട്. അതെങ്ങനെയാ? എതിർച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധ. അതാണ് എതിർച്ച. വല്ലപ്പോഴും കിട്ടുന്ന ഭക്ഷണം കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്ന ഒരു കുടുംബം. എന്നാൽ ഈ പത്നി എങ്ങനെയുണ്ട്? തസ്യ ഭാര്യ കുചൈലസ്യ, മര്യാദയ്ക്കൊരു വസ്ത്രം ധരിക്കാൻ പോലും ഇല്ല, ഒരു ഭക്ഷണം കഴിക്കാനില്ല. ഈ ബ്രാഹ്മണന് ചേർന്ന ഒരു പതിവ്രതയായിട്ടുള്ള പത്നിയാണ് അവൾ. അവർക്ക് നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ ഒരു പറയുന്നുണ്ട്, ഈ ബ്രാഹ്മണനെ സംബന്ധിച്ച് ഒന്നും വേണ്ട, പക്ഷെ ഈ പത്നിക്ക് മനസ്സിനെ അടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. എന്തായാലും ആ പതിവ്രതയായിട്ടുള്ള പത്നി, അവര് ഒന്നും കിട്ടാനില്ല, ഒന്നും അവിടെ ഇല്ല. വല്ലപ്പോഴും എതിർച്ചയാ വല്ലവരും കൊണ്ടുവന്ന് കൊടുക്കുന്ന ഇവരുടെ സ്ഥിതി അറിഞ്ഞുകൊണ്ടുള്ള ആരെങ്കിലും കൊടുക്കുമ്പോൾ അത് വെക്കും. അത് വെച്ചിട്ട് പ്രസാദം അദ്ദേഹത്തിന് കൊടുത്ത് ബാക്കിയുള്ളത് പ്രസാദമായിട്ട് താനും കഴിക്കും. എന്നല്ലാതെ അവിടെ ഒരു പരാതികളോ ഒന്നുമില്ല. ഇദ്ദേഹമാണെങ്കിലോ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് പൂജാമുറിയിൽ കിടക്കും. തേവാരം കഴിഞ്ഞ് ചിലപ്പോൾ 12 മണിയോ 1 മണിയൊക്കെ ആവും, ഉച്ചയോട് കൂട്ടിയേ വരുള്ളൂ. ആ സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഈ പതിവ്രതയായിട്ടുള്ള സ്ത്രീ ശുദ്ധജലം കൊണ്ടുവച്ചിട്ട് വെറുതെ ഒന്ന് ചോദിച്ചാൽ മതി, അല്ല അങ്ങ് അന്ന് ആ ഗുരുനാഥന്റെ അടുത്ത് വെച്ച് ശ്രീകൃഷ്ണ എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം നിർവൃതിയിലായിട്ടുണ്ടാവും. കണ്ണിന്ന് താരതാരയായിട്ട് ഇങ്ങനെ കണ്ണീര് വീഴും. ശരിക്കും വിവാഹം കഴിഞ്ഞ കാലത്ത് ഇവരാലോചിച്ചപ്പോ, വിവാഹം കഴിഞ്ഞ കാലത്ത് ഇദ്ദേഹം കുറേശ്ശെ വർത്തമാനം പറയും. ഇപ്പൊ ഒന്നും ഒട്ടും പറയില്ല, നാമല്ലാണ്ട് വേറെ ഒന്നുമില്ല അദ്ദേഹത്തിന്. അങ്ങനെ ആ കുറച്ചെങ്കിലും വർത്തമാനം പറയുന്ന കാലത്ത് അദ്ദേഹം ഈ ആശ്രമത്തിലത്തെ കഥകള്, തൻ്റെ വിദ്യാഭ്യാസ കാലത്തെ കഥകളൊക്കെ ഭഗവാനെ കുറിച്ചൊക്കെ ഈ ബ്രാഹ്മണ പത്നിയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിൽ പറഞ്ഞ കഥകൾ ഇങ്ങനെ ഓർമ്മ വന്നു. അതൊന്ന് അദ്ദേഹത്തിനോട് പറയാം. അദ്ദേഹം ഇപ്പൊ ദ്വാരകാനാഥനായിട്ട് ഇരിക്കുകയാണ് അവിടെ. അപ്പൊ അവിടേക്ക് ഒന്ന് ഇദ്ദേഹത്തിനെ ഒന്ന് പറഞ്ഞയക്കണം. അങ്ങനെ പറഞ്ഞയച്ചാൽ നമ്മുടെ ഈ ദാരിദ്ര്യം ഒന്ന് തീരണ്ടേ എന്നൊരു ദുർബല നിമിഷത്തിൽ അവർക്ക് തോന്നുകയാണ്. അല്ലെങ്കിൽ നല്ല നിമിഷത്തിൽ ഏതായാലും ആ പത്നി വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ആ പത്നി അവരുടെ അടുത്തേക്ക് ചെന്നു. ഭഗവാന്റെ ബ്രാഹ്മണന്റെ അടുത്തേക്ക് ചെന്നു. ചോദിച്ചു, അല്ല അങ്ങയുടെ സഖാവായിട്ടുള്ള ആളല്ലേ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ? ഇപ്പൊ ദ്വാരകയിൽ ദ്വാരകാനാഥനായിട്ട് വാഴുന്നുണ്ടല്ലോ. നമ്മുടെ ഈ ദാരിദ്ര്യത്തിന്റെ കഥ നമുക്ക് ഒന്ന് പോയി പറഞ്ഞൂടെ? എന്തെങ്കിലും സഹായിക്കാതിരിക്കോ? ശരിയാണ്, എന്റെ സഖാവാണ്, എന്റെ കൃഷ്ണനാണ്. പക്ഷെ നമ്മുടെ ദാരിദ്ര്യവും വിഷമൊക്കെ അദ്ദേഹത്തിനോട് നമ്മൾ പറഞ്ഞിട്ട് വേണോ? അദ്ദേഹത്തിന് അറിയില്ലേ? നാമം ജപിച്ചോളൂ. അനവധി തവണ വന്ന് പറഞ്ഞു. സാധാരണ നിലയ്ക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് മറ്റൊന്നും വിചാരില്ല. ഈ ബ്രാഹ്മണനെ സംബന്ധിച്ച് ബ്രാഹ്മണൻ ചിലപ്പോ അദ്ദേഹം ആ ശരീരം വീണുപോയാൽ പോലും അറിയില്ല. തന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. തനിക്ക് കിട്ടിയിട്ടുള്ള ഈ ജന്മം ഇത്ര ഭക്തിമാനായിട്ടുള്ള കൃഷ്ണഭക്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ തനിക്ക് സേവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. അപ്പൊ എന്ത് വേണം? ആ കൈങ്കര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ ജീവൻ നിലനിൽക്കണം. ജീവൻ നിലനിൽക്കണമെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് കഴിക്കണ്ടേ? സാധാരണ നിലയ്ക്ക് അവിടെ 2 വെപ്പാന്നാ പറയാ. നമ്മളൊക്കെ 8 വെപ്പ് അല്ലെങ്കിൽ 9 വെപ്പ്. 2 വെപ്പ് എന്താ? കാലത്ത് വെക്കും, വൈകുന്നേരം വെക്കാവുന്നൊരു വെപ്പ് വെക്കും. രാത്രിയോ വൈകുന്നേരം ആകുമ്പോ നാളെ വെക്കാന്ന് വിചാരിച്ച വെപ്പ്. അത്ര വിഷമത്തിലുള്ള സമയത്താണ് ആ പതിവ്രതയായിട്ടുള്ള സാധ്യമായിട്ടുള്ള ആ സ്ത്രീ വന്ന് ഈ ബ്രാഹ്മണന്റെ അടുത്ത് പറയുമ്പോ നാമം ജപിച്ചോളൂ.
എന്ന് പറയുകയാണ്. ഗുരുവായൂരപ്പ പത്നി പിന്നെയും പലതവണ പറഞ്ഞപ്പോ ഒന്നും എല്ലാ സമയത്തും പറയും, നാമം ജപിച്ചോളൂ, നാമം ജപിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്കൊരു വേറൊരു കഥ കൂടി തോന്നി. ആദ്യകാലത്ത് പറഞ്ഞൊരു കഥ, ഗുരുദക്ഷിണ ഗുരുദക്ഷിണ കൊടുക്കേണ്ട നേരത്തെ കൃഷ്ണനും രാമനും ചെന്ന് ഭഗവാനോട് ചോദിച്ചു, അല്ല സാന്ദീപനി മാഷിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്താണ് ഞങ്ങൾ ഗുരുദക്ഷിണ തരേണ്ടത്? ആ ഗുരുനാഥൻ പറഞ്ഞു, നിങ്ങളെ പോലുള്ള ശിഷ്യന്മാരെ എനിക്ക് കിട്ടി, അതിലും വലിയൊരു ദക്ഷിണ എന്താ എനിക്ക് കിട്ടാനുള്ളത്? ഒന്നും വേണ്ട എനിക്ക് എന്ന് പറഞ്ഞു. അല്ല, അതിൻ്റെ ഒരു ലോകനീതിക്കനുസരിച്ച് അത് വേണല്ലോ. അപ്പോഴാണ് ഗുരുപത്നി പറഞ്ഞത്, പണ്ട് നിങ്ങൾ ഇവിടുന്ന് എല്ലാവരും പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉണ്ണിയെ കുറിച്ച് കൂടുതൽ ഓർമ്മ വരുമല്ലോ. അതുകൊണ്ട് അന്ന് പണ്ട് പ്രഭാത തീർത്ഥത്തില് കുളിക്കാൻ പോയി കാണാതെ പോയ എൻ്റെ ഉണ്ണി ഒന്ന് കിട്ടുമോ, കാണാൻ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ യാതൊരു സംശയം ഉണ്ടായില്ല. രാമനും കൃഷ്ണനും കൂട്ട് ഉടനെ പോയി സംയമനപുരി പോയിട്ട് മച്ഛാസനം അവിടെ ശാസിച്ചുകൊണ്ട് തന്നെ ആ ജീവനെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പൊ ബ്രാഹ്മണൻ ഇങ്ങേ അറ്റത്ത് നിന്ന് വിചാരിക്കുകയാണ്, അവർക്കൊക്കെ സാധിക്കും, അവർ ഈശ്വരന്മാരാണ്, എനിക്കൊന്നുമില്ലാത്തവനാണ്. ഈ മനോഗതം അറിഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. ഭഗവാൻ ഉടനെ ബ്രാഹ്മണ ഇങ്ങോട്ട് വരൂ എന്ന് വിളിച്ച്, നമ്മൾ ഒന്നല്ലേ, നമ്മൾ ഒന്നിച്ചല്ലേ വിദ്യാഭ്യാസം ചെയ്തത് എന്ന് പറഞ്ഞ് ആ ഭഗവാന്മാരുടെ നടുക്ക് തന്നെ ബ്രാഹ്മണനെ നിർത്തി ആ ഗുരുപുത്രനെ ദാനമായി അവർ ഗുരുദക്ഷിണ കൊടുത്തു. ആ കൊടുക്കുന്ന സമയത്ത് ഇത് ഞങ്ങളുടെ മൂന്നാളുടെ കൂട്ട് ഗുരുദക്ഷിണയാണെന്ന് പറഞ്ഞിട്ടുള്ള ആ കൃഷ്ണൻ പോവാറുമ്പോ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അങ്ങ് ബ്രാഹ്മണനല്ലേ, അങ്ങക്ക് തീർച്ചയായിട്ട് ഓർമ്മ ഉണ്ടാവും. അങ്ങ് ഇടയ്ക്കെങ്കിലും ഞങ്ങളുടെ അടുത്തൊന്ന് വന്നോളൂ, ഒന്ന് കാണട്ടോ, ഞാൻ മറന്നാലും എന്നെ മറക്കരുത് എന്ന് പറഞ്ഞത് ഈ പത്നി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. അപ്പോഴാണ് ബ്രാഹ്മണന്റെ ഉള്ളിൽ ഒരു എന്താ നിശ്ചല്ലാത്തൊരു സുഖം വന്നു. ശരിയാണല്ലോ, ഇതായിരിക്കണം ധർമ്മപത്നി. ഭഗവാനെ പോയി കാണൂ എന്ന് പറയുന്ന ഒരു പത്നി ഉണ്ടാവുമ്പോഴാണ് ആ കുടുംബം ഗൃഹസ്ഥാശ്രമത്തിന്റെ പൂർണ്ണതയിലെത്തുക. അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശന. എനിക്കുള്ള ലാഭം അതാണ്. കാർക്കിച്ചിൽ അധ്യായത്തിൽ ഈ അയഹി പരുശോലാഭാൻ പല സ്ഥലത്തും വരുന്നുണ്ടത്. അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശന. എനിക്ക് ലാഭം അതാണ്, ഭഗവാനെ കാണാം, സന്തോഷമായി മനസ്സുകൊണ്ട് ഉറച്ചു, എന്തായാലും പോവാൻ തന്നെ ഉറച്ചു. അതൊരു ധനുമാസത്തിലെ 30 ചൊവ്വാഴ്ചയാണെന്നാണ് ആചാര്യന്മാരും അല്ലെങ്കിൽ സജ്ജനങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. സാധാരണ നിലയ്ക്ക് ഈ പത്നി അങ്ങനെ യാചിക്കാനൊന്നും പോവാറില്ല. ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുന്നത് കൊണ്ടുള്ള ആ ഒരു ഉപായനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. പക്ഷേ അവർക്ക് അത് പറ്റില്ലല്ലോ. നാളെ തന്റെ പതി ആയിട്ടുള്ള ആ ബ്രാഹ്മണന് പോകണം ഭഗവാന്റെ അടുത്തേക്ക്. അപ്പൊ ബ്രാഹ്മണൻ ചോദിച്ചു, അല്ല ഈ ഭഗവാൻ നമ്മൾ പോകുമ്പോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? എത്രയാന്നില്ല, എന്തായാലും വേണ്ടില്ല, ചെറിയ എന്തെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സറിഞ്ഞ് കൊടുക്കണ്ടേ ഭഗവാന്? അങ്ങനെ വൈകുന്നേരമാകുമ്പോ ആ പതിവ്രതയായിട്ടുള്ള പത്നി പുറത്തേക്ക് ഇറങ്ങി. ഈ പത്നി പുറത്തേക്ക് ഇറങ്ങിയോടുകൂട്ട് ഭഗവാൻ ദ്വാരകയിൽ ഇരിപ്പുറപ്പില്ലാതെ ആയി. അദ്ദേഹം 4 ബ്രാഹ്മണരെ പറഞ്ഞയച്ചു എന്നാണ്. ഈ പത്നി പുറത്തിറങ്ങി പറയാണ്, എന്റെ പതി നാളെ സാക്ഷാൽ ദ്വാരകാനാഥനെ കാണാൻ പോവുകയാണ്, എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാൻ എനിക്ക് തരണേ എന്ന് യാചിക്കുമ്പോ 4 ബ്രാഹ്മണര് വന്ന് 4 പിടി അവര് കൊടുക്കുകയാണ്. അത് കൊണ്ടുവന്ന് ഗൃഹത്തിൽ കൊണ്ടുവന്നു. അത് മര്യാദയ്ക്കൊരാക്കി കൊടുക്കാൻ ഒരു പാത്രമില്ല. അത് നല്ല ശീലയിൽ കെട്ടാൻ നല്ല ശീലമില്ല. തന്റെ ചേലയിൽ നിന്നൊരു കഷ്ണം കീറി അതിൽ തന്നെ പൊതിഞ്ഞ് ആ ചേല കൊണ്ട് തന്നെ കെട്ടി കയ്യിൽ വെച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്നിങ്ങനെ പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പ, ഇതുപോലൊരു നിസ്സാരമായ സമർപ്പണം ഇന്നേ വരെ ഒരു പക്ഷെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഇതിലൊന്ന് ഉപസ്തരിക്കാൻ ഒരു തുള്ളി നെയ്യോ ഒരു കഷ്ണം ശർക്കരപ്പെട്ടോ ഒരു നാളികേരം പോലുമോ എനിക്കിതിലിടാനില്ലല്ലോ കൃഷ്ണ. ഗുരുവായൂരപ്പ, ഞാനിത് എൻ്റെ ഈ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തയക്കുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ഇതൊന്നും ഓർമ്മിക്കില്ല, അദ്ദേഹത്തിനൊന്നും ആവശ്യമില്ല. ഇത് ഞാൻ ആ ഭഗവാന്റെ കയ്യിലാണ് കേട്ടോ തരണത് എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ആ സാക്ഷിയുടെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഗുരുവായൂരപ്പ ഭർത്താവിന്റെ കയ്യിൽ ആ കിഴി കൊടുക്കുമ്പോ ഇത് ഞാൻ ഭഗവാന്റെ കയ്യിലാണ് തരണത്, എന്തെങ്കിലും കാരണവശാൽ ഇദ്ദേഹം തന്നില്ലെങ്കിൽ ഭഗവാനെ ഇത് പിടിച്ചു വാങ്ങിയെങ്കിലും അങ്ങ് കഴിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സാധ്യമായിട്ടുള്ള ആ പത്നി കൊടുക്കുകയാണ്. പിറ്റന്നാ കാലത്തെ 30 ബുധനാഴ്ച, ധനുമാസത്തിലെ 30 ബുധനാഴ്ച നേരത്തെ പുറപ്പെട്ടു. സന്ധ്യാവന്തനമൊക്കെ കഴിഞ്ഞ് ആ വിൽക്കിഴി ഭദ്രമായി വെച്ച് അദ്ദേഹം പുറപ്പെട്ടു. ഇവിടെ കൊറെടുത്തു എന്നോ അങ്ങനെയൊന്നും ഭാഗവതത്തിൽ പറയുന്നില്ല, പക്ഷെ അതൊക്കെ ഒരു ആലങ്കാരികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തോ ആവട്ടെ, ആ വഴിയിലുടനീളം അദ്ദേഹം ചിന്തിക്കുകയാണ്. പഴയ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്, തൻ്റെ പത്നിയുടെ കാര്യം വിചാരിക്കുന്നുണ്ട്. തന്നെ കണ്ടാ അറിയോ അദ്ദേഹം ഇപ്പൊ ആരാ, മറക്കുണ്ടാവില്ല, അങ്ങനെയും വിചാരിക്കുന്നുണ്ട്. പണ്ട് നമ്മളൊരു യാത്ര ഇതുപോലെ അക്രൂരിന്റെ കേട്ടിട്ടുണ്ട്. ഭക്തന്മാരൊക്കെ അങ്ങനെയാണ്. ഭക്തന്മാരൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോ മനോരഥത്തിലാ പോവുക. വേറൊരു ലക്ഷ്യമില്ല അവർക്ക്, വേറൊരു ഉദ്ദേശമില്ല. ഭഗവാനെ കാണണം, ഈ ഭഗവാനെ കാണണം എന്നുള്ള എന്താ പറയണ്ട, ആ ഉള്ളുന്നുള്ള ആ തീക്ഷ്ണമായ ചിന്ത കൊണ്ട് വഴിയൊന്നും അദ്ദേഹത്തിന്റെ പ്രശ്നമില്ല. അങ്ങനെ അദ്ദേഹം ദ്വാരകയിൽ എത്തുകയാണ്. ദ്വാരക എങ്ങനെ കണ്ടു നോക്കുമ്പോ ഇദ്ദേഹം ഏകാന്തത്തിൽ ഇരുന്ന് ഭഗവാനെ ഭജിക്കുന്ന ആ ബ്രാഹ്മണനെ സംബന്ധിച്ച് ദ്വാരക എന്നുള്ളത് ഒരു എന്താ പറയണ്ട, വല്ലാത്തൊരു കൗതുകം, അത്ഭുതം. കണ്ണിന് ധാരധാരയായിട്ട് ഇങ്ങനെ കണ്ണീര് വരുന്നു. അത് എന്ത് കണ്ണീരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അവിടെ അതിലൊക്കെ അപ്പുറം ആ ഭഗവാന്റെ സാമീപ്യം കിട്ടിയവർക്കിട്ട് ഒരു ഒരു പോസിറ്റീവ് എനർജി നമ്മളിപ്പോ പറയുന്ന ഒരു ബ്രഹ്മാനന്ദം അദ്ദേഹത്തിന് അനുഭവമായി. അദ്ദേഹം ഇങ്ങനെ എന്താ പറയണ്ട, ഇങ്ങനെ വളരെ സ്തംഭിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ഭാഗവതത്തിൽ പറയുന്ന 3 സേനകൾ, നാവികസേന, കരസേന, വ്യോമസേന, ഭഗവാന്റെ സേനകളൊക്കെ ഉണ്ട്. അവരാരും കണ്ടില്ല. കാരണം എന്താ, ഇതോടൊപ്പം തന്നെ നമുക്ക് ദ്വാരകയിൽ കുറച്ച് മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവം കൂടി ഒന്നോ സ്മരിക്കാം. അവിടെ തലേ ദിവസം മുതൽക്ക് തന്നെ ഭഗവാൻ ഇങ്ങനെ ഒരു വെപ്രാളം പോലെ രുക്മിണീതി ചോദിച്ചു, എന്താ അങ്ങക്ക്? കാര്യമായിട്ടൊന്നും മറുപടി പറയില്ല. കിട്ടുന്ന കാലത്ത് അദ്ദേഹം എഴുന്നേറ്റു. അപ്പോഴും വളരെ പെട്ടെന്ന് ദേവാലയങ്ങളൊക്കെ കഴിച്ചു. അന്ന് അദ്ദേഹം ലീവ് എടുത്തു. സാധാരണ ഒരു ദിവസം പോലും അദ്ദേഹം സഭയിൽ പോവാതുണ്ടാവില്ല. അന്ന് അദ്ദേഹം ലീവ് എടുത്തു. മാത്രമല്ല, അവിടെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യണു, മഞ്ചത്തിലുള്ള വിരിപ്പുകളൊക്കെ മാറ്റുന്നു, മാല കെട്ടുന്നു, ഒക്കെ സ്വയം ചെയ്യാണ്. ആരും സഹായിക്കാനുണ്ടോ ഒന്നും നോക്കാതെ അദ്ദേഹം ഒക്കെ സ്വയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. രുക്മിണി ചോദിച്ചു, എന്താ അങ്ങക്ക് പറ്റിയത്? അതിന് മറുപടി ഒന്നുമില്ല. ഇടയ്ക്കൊന്ന് പുറത്തേക്കാനും നോക്കും. തന്റെ ഭക്തൻ വരുന്നുണ്ടോ നോക്കുകയാണേ. ഭക്തൻ വരുന്നുണ്ടെങ്കിൽ അതിലപ്പുറം ഒരു സായുജ്യമില്ല ഭഗവാനെ സംബന്ധിച്ച്. അതാണ് അവിടുത്തെ സ്ഥിതി. അങ്ങനെ ഇദ്ദേഹം നിൽക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഭഗവാൻ കാണുകയാണ് അകലെ തന്റെ ഭക്തൻ അതാ വരണു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ചാട്ടി ഇറങ്ങണു, ഓടണു. ആൾക്കാർ അന്തം വിട്ടു. രുക്മിണി ദേവിക്ക് മനസ്സിലായില്ല എന്താണ്, എവിടേക്കാ അദ്ദേഹം പോകുന്നത്. അവിടെ ചെന്ന് കെട്ടി അങ്ങോട്ട് പിടിക്കുകയാണ് ബ്രാഹ്മണനെ. ബ്രാഹ്മണന് ശരിക്കും ഈ കണ്ണീര് വാർത്തതുകൊണ്ടും ഒന്നും കാണാനില്ല, ആരാണ് തന്നെ കെട്ടിപ്പിടിച്ചതെന്ന് പോലും അറിയില്ല. പക്ഷെ ആ സ്പർശമേറ്റപ്പോ മനസ്സിലായി, ഇതെന്റെ കൃഷ്ണനാണ്, ഇതെന്റെ കൃഷ്ണനാണ് എന്ന് തോന്നി. ആ കൃഷ്ണനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഗുരുവായൂരപ്പ ചെയ്ത് ആ ആനന്ദത്തിൽ അനുഭവിച്ചുകൊണ്ട് ഒന്നും പറയാനാവാതെ ഭഗവാനും കണ്ണീര് വീഴ്ത്തി എന്നാണ് പറയുക. കാരണം ഭഗവാൻ അങ്ങനെ കരഞ്ഞ സന്ദർഭങ്ങൾ കുറവാണ്. നാടകീയതയ്ക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്തത് ആ ഭക്തന്റെ ഭക്തി കൊണ്ട് മാത്രം കണ്ണീര് വീണതാണ്. കുറച്ച് കഴിയുമ്പോൾ ഭഗവാനാണ് കുറച്ചെങ്കിലും ഒരു ബോധം വരെ അദ്ദേഹത്തിനെ എടുത്തു കൊണ്ടുപോയി ആ സിംഹാസനത്തിൽ ഇരുത്തി. ഈ ബ്രാഹ്മണനെ സംബന്ധിച്ച് എന്താണ് പറയേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയാതെ ആ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്, നിർവൃതി കൊണ്ടുകൊണ്ട്. ഭഗവാൻ അവിടെ പാദം കഴുകിക്കണോ, രുക്മിണി വരണു, ചാമരം വീശണോ, സിന്ദൂരമണിയിക്കുന്നു, കളഭം ചാർത്തുന്നു, പുഷ്പം ചാർത്തുന്നു. സ്വർണ്ണത്തളികയിൽ വെച്ച് പാദം കഴുകിയിട്ട് രാജസൂയ യാഗ സമയത്ത് തന്റെ പാദങ്ങളാണ് കഴുകിക്കുന്നത് അഗ്രാസന പൂജയ്ക്ക് എന്ന് അന്ന് തീരുമാനമായപ്പോ ഭഗവാന്റെ ഉള്ളിൽ ഒരു സങ്കല്പം ഉണ്ടായിട്ടുണ്ട്. ഭഗവാന്റെ പാദപൂജ ചെയ്യുന്നതിൽ എത്രയോ മഹത്തരമാണ് ഒരു ഭക്തന്റെ പാദപൂജ ചെയ്യുക എന്നത്. ഈ ലോകരെ അറിയിക്കേണ്ടത് എന്റെ കടമയാണെന്ന് അന്ന് ഭഗവാന്റെ ഒരു സങ്കല്പമുണ്ട്. ഒരു പക്ഷേ അതിനായിരിക്കാം ഭഗവാൻ ഈ ലീല ചെയ്തത് എന്ന് വിചാരിക്കണം. ഭാഗവതത്തില് ബ്രാഹ്മണൻ എന്ന ഭാഷയ്ക്ക്
ഭക്തൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പൂർണ്ണമായിട്ടും എടുക്കേണ്ടതെന്നാണ് സജ്ജനങ്ങൾ ചിലർ പറഞ്ഞു കേട്ടത്. എന്തായാലും ഭഗവാൻ ആ പാദപൂജ ചെയ്തു. ആ സ്വർണ്ണത്തളികയിൽ വെച്ച് തീർത്ഥമൊഴിച്ച് വെള്ളം, ആ പാദതീർത്ഥം നോക്കണം കേട്ടോ, ഭഗവാന്റെ പാദതീർത്ഥമായിട്ടുള്ള ഗംഗ, ആ ഗംഗയൊന്ന് അനുസ്മരിച്ചാൽ പോലും എത്ര 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 കോടി ജന്മങ്ങളിൽ ചെയ്ത പുണ്യം പാപങ്ങളൊക്കെ തീർന്ന് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കോ? ഒന്ന് സ്മരിച്ചാൽ പോലും കഴിയുന്ന ആ പാദതീർത്ഥം പോലും ഭഗവാന്റെ പാദതീർത്ഥം, ഗംഗ പോലും ഭഗവാന്റെ പാദത്വമാണെന്നിരിക്കെ ഈ ബ്രാഹ്മണന്റെ പാദതീർത്ഥം തളിച്ചു. അദ്ദേഹം സ്വന്തം മേലിൽ തളിച്ച് നിർവൃതി കൊണ്ടു. എല്ലാവരും അവിടെ നിന്നിരുന്നവരൊക്കെ ഒക്കെ തളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിലും വലിയൊരു ഒരു ഒരു തീർത്ഥം വേറെ ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഉറക്കെ. തന്റെ ഭക്തന്റെ പാദം കഴുകിച്ച തീർത്ഥത്തിലപ്പുറം ഒരു തീർത്ഥം ഇല്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ചാണ് പറയുകയാണ്. ഇത് കഴിഞ്ഞു, അവിടെ പൂജ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞപ്പോ ഭഗവാനും കയറിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തങ്ങനെ ഇരുന്ന് കൈ അങ്ങനെ പിടിച്ചു എന്നാണ്. കൈ പിടിച്ചു. എന്നിട്ട് പഴയ കഥകളിലേക്ക് ഇങ്ങനെ ബ്രാഹ്മണൻ ഒന്നും വേണ്ട, ലയിച്ച് ലയിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ അങ്ങനെ ഇരുന്ന് വർത്തമാനങ്ങൾ ഓരോന്നും ചോദിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് വിശേഷം? അങ്ങ് ഗുരുകുലവാസം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞ് വിവാഹം കഴിച്ചോ? ഇത് കേട്ടപ്പോ ബ്രാഹ്മണന്റെ ഉള്ളിൽ തോന്നിയത്ര കഷ്ടം. ഈ അനന്തപത്മനാഭന്റെ അടുത്തുണ്ടായിട്ട്, അനന്തപത്മനാഭന്റെ ചുറ്റുവട്ടം ഉണ്ടായിട്ട് ഞാൻ ഇത്ര അധപ്പതിച്ചല്ലോ. ഈ ആദ്യത്തെ ആശ്രമത്തിൽ നിന്ന് തന്നെ സന്യാസത്തിലേക്ക് പോകേണ്ട ഞാൻ അതിൽ നിന്ന് കീഴ്പ്പെട്ടാണല്ലോ പോയത് എന്നിങ്ങനെ വിചാരിച്ചു അത്രേ. ഈ മനോഗതം അറിഞ്ഞ് ഉടനെ ഭഗവാൻ പറയുകയാണ്, അല്ലേ ബ്രാഹ്മണ, അങ്ങ് ഒരു വിവാഹല്ലേ കഴിച്ചുള്ളൂ? ഞാൻ എന്താ കണ്ടോ, 16,108 വിവാഹം കഴിച്ചു. പക്ഷേ ഇതിന്റെയൊക്കെ ഇവരൊക്കെ നമുക്കൊക്കെ ഉണ്ട സമാധാനം എന്തായിരുന്നു? ആ ഗുരുനാഥന്റെ അനുഗ്രഹമാണ്. അങ്ങക്ക് ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ടാവും, മറക്കാൻ വഴിയില്ല. കാരണം നമ്മൾ മറക്കരുതാത്തൊരു വിഷയമുണ്ട്, ഗുരുനാഥനെ മറക്കരുത്. അതുകൊണ്ട് നമ്മൾ അന്ന് അവിടെ ആശ്രമത്തിൽ ഒരു ദിവസം വൈകുന്നേരം പത്നി പറഞ്ഞു, മക്കളെ ഇന്ന് അത്താഴത്തിന് കുറച്ച് വൈകുന്ന തോന്നണേ, ഒറ്റ കൊള്ളി വിറകില്ല. കേൾക്കേണ്ട താമസം രാമനും കൃഷ്ണനും ബ്രാഹ്മണനും പോയിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. കാട്ടിലേക്ക് പോയിട്ടോ വിറകൊക്കെ ശേഖരിച്ചു. അപ്പോഴേക്കും അങ്ങോട്ട് മഴ തുടങ്ങി, കലശലായിട്ടുള്ള മഴ, ഇടിവെട്ട. അങ്ങനെ നമ്മള് 3 പേരും കൂട്ട് കെട്ടിപ്പിടിച്ച് നിന്ന കഥ അങ്ങ് ഓർക്കുന്നുണ്ടോ? ഗുരുപത്നി ഗുരുനാഥൻ മക്കളെ കാണാഞ്ഞിട്ട്, തന്റെ കുട്ടികളെ കാണാൻ്റെ അന്വേഷിച്ച് വന്ന് പിറ്റന്ന കാലത്ത് പ്രഭാതത്തോടു കൂട്ട് കാണുമ്പോ ഈ 3 കുട്ടികളുടെ തലയിലും വിറകും കെട്ടി വെച്ചിങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ഗുരുനാഥൻ വന്നിട്ട് അതൊക്കെ എടുത്തിടുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, കുട്ടികളെ, നിങ്ങളുടെ തലയിൽ ഈ വിറകല്ല വെക്കേണ്ടത്. എല്ലാവരും അവനവന്റെ ശരീരമാണ് ഏറ്റവും കേമെന്ന് വിചാരിച്ച് അതിനെപ്പോലും അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ഇത്രയും ത്യാഗം ചെയ്തില്ലേ? നിങ്ങളെനിക്ക് ഈ ചെയ്ത സേവനത്തിന് വളരെ സന്തോഷമായി. അന്ന് അദ്ദേഹം നമ്മളെ 3 പേരെയും തലയിൽ കഴിച്ച് അനുഗ്രഹിച്ചത് അങ്ങക്ക് ഓർമ്മല്ലേ? ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശന്തയേ. അങ്ങനെ ആ അനുഗ്രഹം ഇപ്പോഴും നമ്മുടെ ബാക്കിയുണ്ട്. എന്നെ സംബന്ധിച്ച് ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങള് ഇവിടെ നടത്തുമ്പോഴും എനിക്ക് സഹായമായിട്ടും ധൈര്യമായിട്ടും നിൽക്കണമെന്ന് ഭഗവാൻ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കുകയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം ഒന്നും കൂടി ഒന്ന് വിഷയം മാറ്റി ഭഗവാൻ. അല്ല, അതൊക്കെ പോട്ടെ, അങ്ങ് ഇല്ലത്തിന് എന്താ എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാതിരിക്കാൻ മാർഗമില്ല, അതെനിക്ക് ഉറപ്പാണ്. ഭക്തിയോട് കൂടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് തന്നാൽ, പത്രം പുഷ്പം ഫലം തോയം, ഭക്തിയോട് കൂടിയിട്ട് എന്ന് ഭഗവാൻ പറഞ്ഞപ്പോ ബ്രാഹ്മണനാ അവന്റെ ഒന്നും കൂടി മുറുക്കി പിടിച്ചു. അത്ര ആരാ ഈ ഭക്തി കണക്കാക്കാൻ? തനിക്ക് ഭക്തി ഉണ്ടെങ്കിൽ താമ്പടെ വരുമോ? എന്തിനാ ഭക്തി ഉള്ള ആൾക്കാർ ഭഗവാന്റെ അടുത്ത് പോണത്? ഭഗവാൻ വേണ്ടത് നമ്മുടെ ഹിതമല്ല ഭഗവാൻ തരിക. ഭഗവാൻ നമുക്ക് എന്താണോ വേണ്ടത് അത് തരില്ലേ ഭഗവാൻ. അപ്പൊ എനിക്ക് ഭക്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ, ഭക്തി ഉണ്ടെന്ന് ഭഗവാൻ തോന്നുകയാണെങ്കിൽ ഭഗവാൻ എടുക്കട്ടെ എന്ന് മനോഗതം ഉണ്ടായി. ആ മനോഗതം മനസ്സിലാക്കിയിട്ടില്ലാവും. ഭഗവാൻ വിചാരിച്ചു ഇദ്ദേഹം നേരിട്ട് ഇത് തരാ എന്നുള്ള വിഷയം ഉണ്ടാവില്ല. മാത്രമല്ല പത്നി അവിടുന്ന് പോരുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട്,
അത് അപ്പൊ തന്നെ തന്റെ മനസ്സിലുണ്ടെന്ന് ഭഗവാൻ അറിയാം. പെട്ടെന്ന് അദ്ദേഹം ആ അവർക്ക് ബ്രാഹ്മണന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു വാങ്ങാണ്. ഗുരുവായൂരപ്പ, വാങ്ങിയിട്ട് അതിങ്ങോട്ട് വാങ്ങിയിട്ട് കയ്യിൽ ഇങ്ങോട്ട് വെച്ചിട്ട് ആ കെട്ടിങ്ങോട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഒരു നിർവൃതി കൊണ്ടു അദ്ദേഹം. അവിടെ നോക്കി നിൽക്കുന്നവരൊക്കെ എത്ര ആളാ, ഈ പത്നിമാര് മുഴുവൻ, അവരുടെ മക്കള്, അവരുടെ ദാസിമാര് എല്ലാവരും കാണുകയാണ്. വലിയൊരു സദസ്സിന്റെ മുമ്പിലാണ് തന്റെ ഭക്തിയായിട്ടുള്ള ഒരാൾ കൊണ്ടുവന്ന ഈ വിഷയം കാണിച്ച് അതിൽ നിർവൃതി കൊള്ളുന്നത്. പെട്ടെന്ന് അദ്ദേഹം അതിന്ന് ഒരു പിടി എടുത്തിട്ട് ഇത്തംബിതിന്യവസനാചീരബദ്ധാബ്ജന്മന സ്വയം ജഹാര കിവിതമിതി പൃഥുകതണ്ടുലാം. അതിന്ന് ഒരു പിടി എടുത്ത് വാരിയെടുത്താണ് കഴിച്ചു. അത് കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ഒരു നിർവൃതി, അദ്ദേഹത്തിന്റെ ഉള്ളിലാണ് അണ്ടകടാഹങ്ങൾ മുഴുവൻ, അത് മുഴുവൻ തൃപ്തിപ്പെട്ടു. ഈ ഒറ്റ പിടി അവല് കൊണ്ട് ഈ ലോകം മുഴുവൻ തൃപ്തിപ്പെട്ടു. രണ്ടാമതൊന്ന് എടുക്കാൻ തുടങ്ങിയപ്പോ രുക്മിണി ദേവി ചോദിച്ചു, അല്ല, ഞങ്ങൾക്കൊന്നും ഈ നല്ല പ്രസാദം വേണ്ടേ? ഞങ്ങൾക്കൊക്കെ അനുഭവിക്കണ്ടേ? അല്ലാതെ എങ്ങനെയാ അങ്ങ് മാത്രം അനുഭവിച്ചാൽ മതിയോ? ഓ ശരിയാ. കുറെ കൊടുത്തു. പത്തിനടുത്ത് കൊടുക്കുമ്പോ ഒന്ന് പറഞ്ഞു, എല്ലാവർക്കും കൊടുക്കണം, കുറച്ച് ബാക്കി വെക്കണം. സാധാരണ ഭഗവാന്റെ അടുത്ത് കാഴ്ചകള് അദ്ദേഹത്തിന് ഒന്നും ആവശ്യമില്ല. എന്തൊക്കെയോ ആൾക്കാർ കൊണ്ടു കൊടുക്കും. ആ കൊണ്ടു കൊടുക്കുന്നത് അദ്ദേഹം നോക്കാറും തന്നെ ഇല്ല. പക്ഷെ നോക്കൂ, ഈ ഭക്തൻ കൊടുത്ത അവല് അദ്ദേഹം പറയുകയാണ്, തന്റെ ശ്രീദേവിയോട് പറയുകയാണ്, അതെല്ലാവർക്കും കൊടുക്കണം, ബാക്കി കുറച്ച് അവിടെ വെക്കണം എന്ന്. ഇതിലധികം ഭക്തി എങ്ങനെയാണ് ഗുരുവായൂരപ്പനോടുള്ള ഭക്തിയുള്ള ആളോടുള്ള ഗുരുവായൂരപ്പന്റെ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അത് കഴിച്ചു അദ്ദേഹം, എല്ലാവർക്കും കൊടുത്തു. അന്ന് മുഴുവൻ അവിടെ ഇരുന്നു, രാത്രി സംസാരിച്ചിരുന്നു. ഭുക്ത്വ പീത്വ എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താണ് അദ്ദേഹം കുടിച്ചതും ഭുക്ത്വ? ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ദേഹത്തിനെ അദ്ദേഹം കണ്ണുകൊണ്ട് കണ്ടിട്ടും അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ ചെവിയിലൂടെ കൊണ്ടിട്ടും ഭുക്ത്വ പീത്വ അദ്ദേഹം രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി. വളരെ സുഖമായിട്ട് അവിടെ കഴിച്ചുകൂട്ടി അദ്ദേഹം. രാത്രി വെളിച്ചാകുമ്പോ നേരത്തെ, വളരെ നേരത്തെ കാലത്ത് സന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞപ്പോ ബ്രാഹ്മണ പറഞ്ഞു, അല്ലേ ഞാൻ പോവുക. ഇതിന്റെ ഇടയ്ക്ക് ഭഗവാനെ ഒന്ന് നമസ്കരിക്കാൻ പലതവണ ഈ ഭക്തൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. ആ സമയത്തൊക്കെ തന്റെ ഭക്തനെ നമസ്കരിക്കുന്ന ഭഗവാനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ രണ്ടുപേരും ഒരേ സമയത്ത് വിചാരിച്ചു, ഭഗവാൻ വിചാരിച്ചു, ഈ ഭക്തൻ ഇവിടുന്ന് പൊക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ആ ഭക്തന്റെ നമസ്കാരം സ്വീകരിക്കാൻ കഴിയില്ല. ഭക്തൻ എന്ത് വിചാരിച്ചു? എനിക്ക് വേഗം പോണം, എനിക്ക് ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഭഗവാനെ നമസ്കരിക്കണം, ഈ ഭഗവാനെ ഭാഗവതം കേൾക്കണം, ജപിക്കണം. ഇതൊക്കെ വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന് അതൊന്നും തരാവില്ല. ഈ സ്വരൂപം തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോ, അതാണ് ഈ ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഭക്തനില്ല. ഭക്തന്മാരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ദ്വൈതം വേണമെന്നാ പറയുക. കാരണം ഭഗവാന്റെ നാമം ജപിക്കണമെങ്കിൽ, ഭഗവാന്റെ കഥകൾ കേൾക്കണമെങ്കിൽ, ഭഗവാന്റെ കീർത്തനങ്ങൾ അതൊക്കെ വേണമെങ്കിൽ ഭക്തൻ വേറെ, ഭഗവാൻ വേറെ ആവണം. അപ്പോഴേ ആവുള്ളൂ. അപ്പൊ ഭക്തന്മാരെ എപ്പോഴും ചിന്തിക്കേണ്ടത്, എനിക്ക് നാമം ജപിക്കാൻ കഴിഞ്ഞാൽ മതി, എനിക്ക് ഭഗവാന്റെ ദാസനാവാൻ കഴിഞ്ഞാൽ മതി. എന്തായാലും അന്ന് രണ്ടാളും തീർച്ചയാക്കി പൊക്കോളാൻ പറഞ്ഞു. ഭഗവാന്റെ സമ്മതത്തോടുകൂടി പോകുന്നു. കുറെ നേരം ഭഗവാൻ അനുയാത്ര ചെയ്തു. അങ്ങനെയാണ് അതിഥി വന്ന അതിഥിയെ കൊണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ, അല്ലെങ്കിൽ അത് കുറച്ച് ദൂരം അനുയാത്ര ചെയ്തു. വീണ്ടും വീണ്ടും പരസ്പരം കെട്ടിപ്പിടിച്ചു. രണ്ടുപേർക്കും മതിയാവുന്നില്ല. ഭഗവാന്റെ ആ ഒരു എന്താ പറയാ, നിർഗുണ ബ്രഹ്മവും തമ്മിലുള്ള ആ ഒരു യോജിപ്പ് അങ്ങോട്ട് മതിയാവുന്നില്ല. അങ്ങനെ ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. ബ്രാഹ്മണൻ വഴിയിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധം വന്ന്, അല്ല, താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ അവിടെ പോയാ തന്റെ പത്നിയോട് എന്താ പറയാ? ഒന്നും ഞാൻ ചോദിച്ചില്ല, ഒന്നും അദ്ദേഹം തന്നതുമില്ല. എത്ര കാരുണ്യവാനാണ് ഭഗവാൻ. എനിക്ക് അദ്ദേഹം ധനം തന്നു വെച്ചാൽ നാമം ജപിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്കൊരു കീർത്തനം ചെല്ലാൻ പറ്റില്ല, ഭഗവാനെ നമസ്കരിക്കാൻ പറ്റില്ല. കാരുണ്യവാനാണ് അദ്ദേഹം. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് എന്താ പറയാ? അവര് പത്നി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അല്ലല്ലല്ല, എന്തൊക്കെ പറയാനുണ്ട്. ഭഗവാൻ എന്നെ കണ്ട വഴിക്ക് കെട്ടിപ്പിടിച്ചു, എന്നെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയി മഞ്ചത്തിലിരുത്തി,
എൻ്റെ അടുത്തിരുന്നു, കരങ്ങൾ ഞങ്ങൾ കൂട്ടിപ്പിടിച്ചു, എൻ്റെ കാല് കഴുകിച്ചു, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അവില് മേടിച്ചു. എത്ര ഭക്തി നിറഞ്ഞ കഥകൾ എനിക്ക് പറഞ്ഞു കൊടുക്കാം, അത് മതി എന്ന് വിചാരിച്ച് ബ്രാഹ്മണൻ നടന്ന് തൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ ആകെ സംഭ്രമായി. അന്ന് താൻ ദ്വാരകയിലേക്ക് ചെന്നപ്പോൾ ഇറങ്ങി വന്നത് ഭഗവാനാണെങ്കിൽ ഇന്ന് വരുന്നത് ലക്ഷ്മി ഭഗവതിയാണോ എന്ന് തോന്നുമാറ് അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത്, അല്ല, തന്റെ സഹധർമ്മിണി തന്നെയാണ്. അവര് സർവ ആഭരണ വിഭൂഷിതയായിട്ടുണ്ട്. അവിടെ ഗോപുരങ്ങള് എങ്ങനെയാണോ ദ്വാരക, അതിലൊട്ടും കുറയാത്ത രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. ഇദ്ദേഹത്തിന് ആകെ സത്യം പറഞ്ഞ ഒരു പരിഭ്രമം ഉണ്ടായത്. എന്താ ഇത് കഥ, എന്താ ഇതിനൊക്കെ കാരണം? അവിടെ പത്നി വിചാരിക്കുകയാണ്, ഇതുപോലൊരു ജന്മം കിട്ടി, ഇത്ര ഭക്തരായിട്ടുള്ള ഒരാളുടെ ധർമ്മപത്നിയായിട്ട് എനിക്ക് വരാൻ കഴിഞ്ഞു, ഇത്ര കൈങ്കര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, ഇദ്ദേഹത്തിന് ആ ബ്രഹ്മം കെട്ടിപ്പിടിച്ച ഈ ബ്രാഹ്മണനെ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം. പക്ഷേ പുറത്ത് വെച്ച് വേണ്ടാന്ന് അപ്പൊ തന്നെ സാധ്യമായിട്ടുള്ള പത്നിക്ക് തോന്നി. ഉള്ളിലോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ ചെന്നു. അവിടെ എല്ലാ സൗകര്യങ്ങളും, ഉദ്യാനങ്ങള്, ഉപ സാധ്യാത്മിക ഹാളുകള്, സത്സംഗത്തിനുള്ള സ്ഥലങ്ങള്, സപ്രപഞ്ചങ്ങള്, കഴിക്കാനും എല്ലാ സൗകര്യങ്ങളും. നമ്മളിവിടെ ഒരു കാര്യം ഇദ്ദേഹം ഇതിനോടൊന്നും സംഘം വെക്കാതെ, ഇതൊക്കെ ഭഗവാന്റെ പ്രസാദമാണ്, ഇതൊന്നും എൻ്റെ അല്ല, ഭഗവത് പ്രസാദം മാത്രമാണെന്ന് ധരിച്ചുകൊണ്ട് തികഞ്ഞ ദാരിദ്ര്യത്തിലും തികഞ്ഞ സൗഭാഗ്യത്തിലും വിരക്തനായി ഇതിനോടൊന്നും സംഘമില്ലാതെ അദ്ദേഹം കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ ഇന്ന് പഠിക്കേണ്ട പാഠം. ആർഭാടങ്ങളിൽ വരുമ്പോൾ സന്തോഷിക്കുകയും വിഷമങ്ങൾ വരുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ഈ ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണന്റെ അങ്ങനത്തെ കഥയായതുകൊണ്ടാണ് ഇത് ശുഗർ പരമേശ്വരി രത്നമായിട്ട് കണക്കാക്കിയത്. മാത്രമല്ല, അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ട് ഇപ്പോഴും ആ ഗ്രാമത്തിൽ പോയി നോക്കിയാൽ കാണാം അനവധി കിണറുകള്, അനവധി കുളങ്ങള്, അനവധി എന്താ പറയുക, നമ്മളിപ്പോ ഇവിടെയൊക്കെ പറയുന്ന മാതിരിയുള്ള ആധ്യാത്മിക ഹോളുകള്. കിട്ടുന്നത് അദ്ദേഹം അവിടെ കിട്ടിയത് മുഴുവൻ സജ്ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കി, ഭഗവാന്റെ കൈങ്കര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കി. എന്നിട്ട് അദ്ദേഹം ഒരൊറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ, തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം പുനർജന്മനി ജന്മനി സ്യാം മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതസ്ത പുരുഷ പ്രസംഗ. ഭഗവാനെ, എത്ര ജന്മം വേണി ജനിച്ചോട്ടെ, എനിക്ക് അതിന് യാതൊരു വിഷമവുമില്ല. എങ്ങനെ എവിടെയൊക്കെ ജനിക്കുമ്പോഴും സൗഹൃദം ഉണ്ടാവണേ, സഖ്യം ഉണ്ടാവണേ, മൈത്രി നിലനിൽക്കണേ, ദാസ്യം തരണേ. ഈ സത്യം പറഞ്ഞാൽ ഈ 4 പിടി അവില്, സൗഹൃദം, സഖ്യം, മൈത്രി, ദാസ്യം, ഇതാണെന്നാണ് ആചാര്യന്മാർ പറയുക. എന്തായാലും ആ ഭക്തോത്തമനായിട്ടുള്ള ഭഗവാന്റെ അടുത്തുള്ള ഈ പ്രീതി നേടിയിട്ടുള്ള ആ ഭക്തബ്രാഹ്മണന്റെ കാൽക്കീഴിൽ നമുക്കൊക്കെ നമസ്കരിക്കാം. അതിലൊക്കെ അപ്പുറത്ത് ആ ബ്രാഹ്മണ കൈങ്കര്യം ചെയ്തിരുന്ന, ബ്രാഹ്മണന്റെ സേവ ചെയ്തിരുന്ന ആ ബ്രാഹ്മണ പത്നിയുടെ കാൽക്കീഴിൽ നമുക്ക് നമസ്കരിക്കാം. ഇതിനൊക്കെ അപ്പുറത്ത് ഭക്തവത്സലനായിട്ടുള്ള, ആനന്ദമൂർത്തിയായിട്ടുള്ള, സച്ചിദാനന്ദമൂർത്തിയായിട്ടുള്ള സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ പാദങ്ങളില് സാഷ്ടാംഗം നമസ്കരിക്കാം. മറ്റൊന്നും തന്നെ നമുക്ക് കഴിയില്ല. ആ കാരുണ്യത്തിന് തിരിച്ചു കൊടുക്കാൻ നമ്മളെ പോലുള്ളവർക്ക് ഒന്നുമില്ല. നമസ്കരിക്കുക, നാമം ജപിക്കുക, മറ്റൊരു മാർഗവും. നാമം ജപിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോ ഒന്നും നമ്മളായിട്ട് ഒരു ശ്രമവും വേണ്ട. ശ്രവണം നമ്മൾ കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ, സത്സംഗത്തിൽ പോവാൻ തയ്യാറുണ്ടെങ്കിൽ, ഉറപ്പിച്ചു പറയാം, ഒരു സംശയവുമില്ല, ഈ മനുഷ്യജന്മം സഫലമാകും. ഞാൻ ശരീരമല്ല എന്ന് നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ ഉറപ്പ് വരും. വീണു പോകുന്നത് ശരീരമാണ്. അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവ്, അതാ സച്ചിദാനന്ദമൂർത്തിയായിട്ടുള്ള ഗുരുവായൂരപ്പനാണ്. എല്ലാവരുടെ ഉള്ളിലും വിളങ്ങുന്ന ശക്തി ഒന്നേ ഉള്ളൂ, അത് ഗുരുവായൂരപ്പനാണ്. അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ ഭജിക്കണം. ഭജിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, എങ്ങനെയാ നമ്മൾ ആശ്രയിക്കാന്ന്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഭഗവാനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പന് മറ്റൊന്നും വേണ്ട. ഞാൻ എന്നുള്ള ഭാവം അങ്ങോട്ട് വേണ്ടാന്ന് വെക്കാം. അഹം, മമ, ഈ 2 ഭാവം ഉണ്ടെങ്കിൽ അവിടെ ഭഗവാൻ ഉണ്ടാവില്ല. പിന്നെ നമ്മള് 2-3 പ്രഭാഷണങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, വിസ്തരിക്കുന്നില്ല, സമയത്രയും എനിക്ക് കൃത്യം അറിയില്ല, ഞാൻ എന്താ പറഞ്ഞെന്നും അറിയില്ല.
എന്തൊക്കെയോ പറഞ്ഞു. എന്തായാലും എല്ലാവരുടെയും കാക്കിന് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഈ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കാം. ഒരു സായം സന്ധ്യയില് ഹിമാലയ സാനുക്കളിലുള്ള ഒരു സരസിൽ നിന്ന് 2 യുവമിഥുനങ്ങളായിട്ടുള്ള ഹംസങ്ങള് അവരുടെ നവജാത ശിശുക്കളായിട്ടുള്ള കുട്ടികളെയും കൊണ്ട് പറന്നുയർന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൽ ഒരു കുട്ടി വീണുപോയി, അറിഞ്ഞില്ല. ആ കുട്ടി വന്ന് വീണത്, ആ ഹംസക്കുട്ടി വന്ന് വീണത് ഒരു കർഷകന്റെ വയലിലായിരുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് ഇങ്ങനെ വൈക്കോലൊക്കെ പരത്തിയിട്ടുള്ള നോർത്ത് ഇന്ത്യയിലത്തെ, നമ്മൾ ഇവിടുത്തെ മാതിരിയല്ല, അവിടുത്തെ സ്ഥിതി അങ്ങനെയാണ്. അവിടെ വന്ന് വീണു. ആ കുഞ്ഞൊന്നും അറിയുന്നില്ല. പിറ്റന്നാ കാലത്ത് ആ കർഷകന്റെ വീട്ടിലുള്ള കോഴികളെയൊക്കെ വിട്ടാക്കി. ആ കോഴികൾ വന്ന് ഈ നെല്ല് കുത്തിപ്പറക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോ നല്ല വെളുത്ത് സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടി, ആ തള്ളക്കോഴിക്ക് തന്റെ മാതൃത്വം കൊണ്ട് അതിനെ പ്രത്യേകിച്ച് അങ്ങനെ ആ കുട്ടി മറ്റു കോഴിക്കുട്ടികളുടെ കൂടെ തന്നെ മറ്റ് ദുഷ്ടമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചുകൊണ്ട് അങ്ങനെ വളർത്തി കൊണ്ടുവന്നു. അങ്ങനെ പറക്കാൻ വയ്യ. സത്യത്തിൽ ഹംസം പറക്കാൻ വയ്യ. ആ സമയത്താണ് ഒരു സാധു എന്ന് പറഞ്ഞാൽ ഒരു ഋഷി എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഒരു യോഗി ആ വഴിക്ക് വരുമ്പോ, ഇതെന്താ ഇവിടെ ഈ ഒരു ഹംസം ഇവിടെ ഉണ്ടാവാൻ പാടില്ലല്ലോ. അങ്ങനെ ആ ഹംസത്തിനെ അവിടുന്ന് അത് പിടിച്ചു. ഉടനെ നിലവിളിക്കുകയാണ്, എന്നെ വിടൂ, എന്നെ രക്ഷിക്കൂ. പറഞ്ഞു യോഗി, ആ സാധു പറഞ്ഞു, രക്ഷിക്കാൻ തന്നെയാണ് ഞാൻ കൊണ്ടുപോണത്. ഒരു വലിയ കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി ആ ഹംസക്കുട്ടിയെ മുകളിലേക്ക് അങ്ങ് ഇടുകയാണ്. മുകളിലേക്ക് ഇട്ടപ്പോ പ്രകൃതിയ ഓരോ ജീവിക്കും ഭഗവാൻ കൊടുത്ത അനുഗ്രഹം കാരണം ചിറകൊന്നിങ്ങനെ ആക്കിയപ്പോ വീഴ്ചയുടെ ആഘാതം കുറച്ച് കുറഞ്ഞു. സ്വാഭാവികമായിട്ടും കൂടുതൽ സ്പീഡിലായപ്പോ, അത് കൂടുതൽ ആയപ്പോ വീഴ്ച കുറഞ്ഞു എന്ന് മാത്രമല്ല, മുകളിലോട്ട് പോകാൻ തുടങ്ങി. എന്താ ഉണ്ടായത്? ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ ഒരു ഗുരുവിന്റെ അനുഗ്രഹം വേണം. നമുക്കൊക്കെ ഭാഗവത സത്സംഗം എന്ന ഒരു നൈമിഷാരണ്യം ഇവിടെ ഉണ്ട് നമ്മുടെ അടുത്ത്. അവിടെ ഒരു സൂതന്റെ, അല്ലെങ്കിൽ അവിടെ ഒരു സുഖബ്രഹ്മർഷി ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിന് നമസ്കരിക്കാം. നമ്മളെ നയിക്കാൻ ഒരു ഗുരുനാഥൻ ഇല്ലാണ്ട് ആരുടെയും ഒരു ശ്രമം കൊണ്ട് ഭഗവാനിൽ എത്താൻ കഴിയില്ല. ആ ഗുരുനാഥനിലൂടെ മാത്രമേ നമുക്ക് ഗുരുവിലേക്ക് എത്താൻ പറ്റുള്ളൂ. സാക്ഷാൽ ഗുരു, ലോകഗുരു ഗുരുവായൂരപ്പനാണ്. ആ ഗുരുവായൂരപ്പനിൽ എത്താൻ നമ്മുടെ ഗുരുവായിട്ടുള്ള ആചാര്യനായിട്ടുള്ള അദ്ദേഹത്തിന് സാധിക്കട്ടെ. നിരന്തരം ഇതിലുള്ള സത്സംഗങ്ങൾ ധാരാളം നടക്കട്ടെ. എല്ലാവരുടെ പാദത്തെങ്കിലും സാഷ്ടാംഗം നമസ്കരിച്ചുകൊള്ളുന്നു. ഈ വാക്കുകളില് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ജഡശരീരത്തിൽ നിന്ന് വന്നതും, എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ എല്ലാം ഗുരുവായൂരപ്പൻ പറയിപ്പിച്ചതുമാണ്. മറ്റൊന്നും പറയാനില്ല. ഇതിനിങ്ങനെ അവസരം ഉണ്ടാക്കിയിട്ടുള്ള ഗുരുവായൂരപ്പന്റെ കാക്കിലും ഗുരുനാഥന്റെ കാക്കിലും സജ്ജനങ്ങളായ എല്ലാ അമ്മമാരുടെ കാക്കിലും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ സന്തോഷം അവിടെ. ഗുരുവായൂരപ്പ ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇത്ര നേരം നമുക്ക് ഒരു ഭക്തിയുടെ ആനന്ദ നിർവൃതിയിലേക്ക് എത്തിച്ച ഹരിയേട്ടനോട് നമുക്ക് എന്താ പറയാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. കാരണം നമുക്കൊക്കെ എന്നും പൂർണ്ണമായിട്ടും അത് പറഞ്ഞ് നമ്മളെ ധൈര്യമാണല്ലോ നമ്മുടെ കൂടെ ഹരിയേട്ടൻ. എന്തായാലും ഇനിയും ആയുസുള്ളവർത്തോളം കാലം ഈ നാമജപം മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. ധാരാളം കാലം ഈ ഭാഗവതം വായിക്കുവാനും അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ ചെയ്യുവാനും ധാരാളം സത്സംഗങ്ങൾ ഹരിയേട്ടന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഭാഗവത കുടുംബം എല്ലാവർക്കും കൂടി ആ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പേരിൽ ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പാരായണത്തിലേക്ക്, ബാക്കിയുള്ള പാരായണത്തിലേക്ക് കിടക്കാം. ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. അത സപ്തതിതമോധ്യായഃ. ശ്രീശുക ഉവാച. ഏകദാ തു സഭാമധ്യേ ആസ്ഥിതോ മുനിഭിം യഥാ
ബ്രാഹ്മണൈ ക്ഷത്രിയൈ വൈശ്യൈർ ഭ്രാതൃഭിശ്ച യുധിഷ്ഠിരാ ആചാര്യൈ കുലവൃദ്ധൈശ്ച ജ്ഞാനി സംബന്ധി ബാന്ധവൈ അഭാഷ്യേദമുവാചഃ യുധിഷ്ഠിര ഉവാച ഋതുരാജേന ഗോവിന്ദ രാജ രാജസൂയേന പാവനിം യച്ഛേ വിഭൂതിം ഭവത തത്സമ്പാദയന പ്രഭോ തൽപാദുകേ അവിരതം പരീയേ ചരന്തി ധ്യായന്ത ഭദ്രനശനെ ശുചയോ ശൃണന്തി വിന്ദന്തി തേ കമലനാഭവർഗ ആശാസതേ യദിദ ആശിഷൈശനാന്യേ തദ്ദേവ ദേവ ഭവത ശരണാരവിന്ദ സേവാനുഭാവമിഹ പശ്യതു ലോകയേശ യേ ത്വാം ഭജന്തിന ഗോഭയേഷാം നിഷ്ഠാം പ്രദർശയ വിഭോ ഗുരുസൃഞ്ഛയാനാം ന ബ്രഹ്മണ സ്വപരഭേദമധിസ്തവസ്യ സർവാത്മനാ സമദൃശസ്സു സുഖാനുഭൂതേ സംസേവതാം സുരതരോരിവ തേ പ്രസാദാം സേവാനുരൂപമുദയോ ന വിപര്യയോത്ര ശ്രീ ഭഗവാനുവാച സമ്യഗ്വസിതം രാജൻ ഭവതാ ശത്രുകർഷന കല്യാണീയേന തേ കീർത്തിൽ ലോകാനനുഭവിഷ്യതി ഋഷീണാം പിതൃദേവാനാം സുഹൃദാമഭിന പ്രഭോ സർവേഷാമപി ഭൂതാനാം ഈപ്സിത ചതുരാടയം വിജിത്യ നിപതിൻ സർവാൻ കൃത്വാ ജഗതിം വശേ സംവൃത്യ സർവസംഭാരാൻ ആഹരസ്വ മഹാക്രതും ഏതേ ഏതേ ഭ്രാതരോ രാജൻ ലോകപാലാം സംഭവ ജിതോസ്മ്യാത്മവദാദോഹം ദുർജയോ യോ കൃതാത്മഭി നഗശ്ചിന്മത് പരം ലോകേ തേജസാ യശസാ ശ്രിയാ വിഭൂതിഭിർവാഭി ഭവേ ദേവോഭി കിമു പാർത്ഥിവാം ശ്രീശുക ഉവാച നിശമ്യ ഭഗവത്ഗീതം പ്രീതപ്രല്ലുഫുല്ലമുഖംബുജ ഭ്രാതും ദിഗ്വിജയേ യുക്ത വിഷ്ണുതേജോ ബഭൃംഹിതാൻ സഹദേവം ദക്ഷിണസ്യാം സഹ സഞ്ജയൈ ദിശി പ്രതീജാം നകുല ഉദീച്യാം സവ്യസാജിനം പ്രാച്യാം മൃഗോദയൈ സഹമദ്രഗൈ തേ വിജിത്യ നിബാഞ്ജീര ജാതശത്രവേ ഭൂരി ദ്രിവിണം നൃപയച്യതേ ശ്രുത്വാജിനം ജരാസന്ധം നിബദേ യായതോ ഹരി അഹോപായം തമേവാദ്യ ഉദ്ധവോയമുവാചഃ ഭീമസേനാർജുന കൃഷ്ണോ ബ്രഹ്മലിംഗാധരസ്ത്രയാം ജഗുൻഗിരിവ്രജം താത ബൃഹദ്രഥസുതോ യഥാ ഭീമാർജുന കൃഷ്ണോ ബ്രഹ്മലിംഗധരാശ്രയ ജഗ്മുഗിരിം വ്രജം താത ബൃഹദ്രഥസുതോ യഥാ തേ ഗത്വാ ആദിത്യവേലായ ഗൃഹേഷു ഗൃഹമേദിന ബ്രഹ്മണ്യം സമയാചരൻ രാജന്യ ബ്രഹ്മലിംഗിന രാജൻ വിദ്യതീതിൻ പ്രാപ്താൻ അർത്തിനോദ്ദൂരമാഗതാൻ തന്ന പ്രേച്ച ഭദ്രം തേ തദ്വയം കാമയാമഹേ കിം ദുമർഷം ചിദിക്ഷൂണാം കിമകാര്യം അസാധുഭി കിം നേയം വദാന്യാനാം സമദർശിനാം യോ നിത്യേന ശരീരേണ സദാംഗേയം യശോ ധ്രുവം നാജിനോതി സ്വയം കൽപ സ വാച്യ ശോച്യേവ സ ഹരിശ്ചന്ദ്രോ രന്തിദേവ ഉച്ചവൃത്തിബലി യാത കബോധോ ബഹവോ ഹ്യധ്രുവേണ ധ്രുവം യഥാ ശ്രീശുക ഉവാച സ്വരൈരാകൃതിഭിസ്താംസ്തു പ്രഗോഷ്ഠൈര്യാഹതൈരഭി രാജന്യബന്ധുൻ വിജ്ഞായ ദൃഷ്ടപൂർവാന ചിന്തയത് രാജന്യബന്ധവോ ഹ്യതേ ബ്രഹ്മലിംഗാനി വിഭ്രതി ദദാമി വിച്ഛിതം തേഭ്യ ആത്മാനാമപി ദുസ്ഥിരം ബലേർനോ ശൂയതേ കീർത്തിൻ ദിക്ഷകൽമഷ ഐശ്വര്യാൽ ബ്രംചിതസ്യാഭി വിപ്രവ്യാജേന വിഷ്ണുനാ ശ്രിയം ജിഗേഷദേന്ദ്രസ്യ വിഷ്ണവേദിജരൂപിണേ ജാനന്നഭി മഹിം പ്രാദാദ് ദ്വാരാമാണോ വിദൈത്യരാട് ജീവതാം ബ്രാഹ്മണാർത്ഥായ ക്ഷത്രബന്ധുന ദേഹേന പദമാനേന നേഹതാ വിപുലം യശാം
ഇത്യുദാരമതി പ്രാഹ കൃഷ്ണാർജുന വിഗോദരാൻ ഹേ വിപ്രാവ്രിയതാങ്കാമോ ദദാമ്യാത്മ ശിരോഭിവ. ശ്രീ ഭഗവാനുവാച യുദ്ധം നോ ദേഹി രാജേന്ദ്ര ദശോ യതി മന്യസേ യുദ്ധാർത്ഥിനോ വയം പ്രാപ്ത രാജന്യാനാകാംക്ഷിണ സൗരിഗോദര പാർത്ത തസ്യ ഭ്രാതാർജുനോ ഹ്യയം അനയോർമാതുലേയം മാ കൃഷ്ണം ജാനീഹി തേ രിപും. ഏവമാവേദിതോ രാജ ജഗാസ്വച്ഛൈ സമാഗത ആഹ ചാമർഷിതോ മന്ദ യുദ്ധം ദർയേ ദദാമിവ. നത്വയാ ഭീരുണായോത്സ്യേ യുധി വിക്രവചേതസ മധുരാം സ്വപുരീം ത്യക്ത്വാ സമുദ്രം ചരണം ഗദാ. അയം തു വൈസാ തുല്യോ നാദിസത്വോ നമേ സമാ അർജുനോ ന ഭവേൽയോദ്ധ ഭീമസ്തുല്യബലോ മമ. ഇത്യുക്താ ഭീമസേനായ ഗദായാ മഹതിം ഗദാം. ദ്വിതീയം സ്വയമാദായ നിർജഗാമപുരാൽ ബഹീം. തഥാ സമേഖലേ വീരൗ സംയുക്താ വിതരേതരൗ ജഗ്നദുർവജ്രകൽപാഭ്യാം ഗദാഭ്യാം രണദുർമദൗ മണ്ഡലാനി വിചിത്രാണി സഖ്യം ദക്ഷിണമേവ ച ശരദോ ശുശുഭേ യുദ്ധം നടയോരിവ രംഗിനോ. തതശ്ചട ചടാ ശബ്ദോ വജ്രനിഷ്പേഷ സന്നിഭാം ഗദയോ ക്ഷിപ്തയോ രാജൻ ദന്തയോരിവദന്തിനോ. ते वै गदे भुजवेन निपात्यमाने अन्योन्यतों सगडिपादकरोरुजत्तुन् चूर्णी बभूव दुरुपेत्य यदार्कशाखे संयुध्यतोन्दिरदयोरिव दीप्तमन्यो इत्थं दयो प्रहदयोर्गदयोर्वीरौ रुद्धौ समुष्टिभिरय हर्षैरभिन्तां शब्दस्तयो प्रहरदोरिभयोरिवासि निर्गाद വജ്രപുരുഷ പുരുഷസ്ഥലാടനോത്താം തയോരേവം പ്രഹരദോ സമശിക്ഷാ ബലൗജസോ ജവയോർനഭ ഏവം ദയോന്മഹാരാജ യുദ്ധ്യതോ സപ്തവിംശതി ദിനാനി നിരകം തത്ര സുഹൃദന്യശേതിഷ്ഠതോ. ഏകദാ മാതുലേയം വൈ പ്രാഹരാജൻ മൃഗോദര ശക്തോഹം ജരാസന്തം നിർജേതും യുതി മാധവ. ശത്രോൻ ജന്മമൃതിം വിദ്വാൻ ജീവിതം ച ജരാകൃതം പാർത്ഥമാപ്യായയൻ സ്വേന തേജസാ ചിന്തയജ്ഞരി സഞ്ചിന്യാരിവതോപ്യായം ഭീമസ്യാമോഘദർശന ദർശയാമാസ വിടഭം പാടയന്നിവ സംജ്ഞയ. തദ്വിജ്ഞായ മഹാസത്വോ ഭീമപ്രഹൃതം വര ഗൃഹീത്വാ